ഹലോ മങ്സ്, വെൽക്കം ടു കിട്ടുമെങ്കിൽ. അപ്പോൾ ടെസ്റ്റ് നെറ്റ് സീരീസിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടെസ്റ്റ് നെറ്റ് എന്താണെന്നാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ നമ്മൾ എന്താണ് നോക്കിയത്, എന്താണ് ഒരു ബേസിക്, അതായത് എങ്ങനെയാണ് ബ്ലോക്ക് ചെയിൻ വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ബ്ലോക്ക് ചെയിനിലുള്ള കാര്യങ്ങൾ, എന്തൊക്കെയാണ് കുറച്ച് കോയിൻസ്, അതുപോലെ എന്തൊക്കെയാണ് ചെറിയ ആക്ടിവിറ്റീസ്, പിന്നെ വാലറ്റ്സ് എന്താണ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ എന്ത് ചെയ്തു നമ്മൾ കഴിഞ്ഞ 2 എപ്പിസോഡിലായിട്ട് നോക്കി. ഇന്ന് വരുന്ന എപ്പിസോഡിൽ നമ്മൾ മെയിനായിട്ട് നോക്കാൻ പോകുന്നത് ടെസ്റ്റ് നെറ്റ് എന്താണെന്നും എങ്ങനെയാണ് അവർ നമുക്ക് റിവാർഡ് തരുന്നതെന്നും എങ്ങനെയാണ് ഇത് ഗെയിൻ ചെയ്യാമെന്നും എന്നുള്ള ഒരു വീഡിയോ ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ നമുക്കൊരു ടെലഗ്രാം ചാനലുണ്ട്. ടെലഗ്രാം ചാനൽ എന്തായാലും മസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യുക. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ നമുക്കൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ഉണ്ട്. നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് നമുക്ക് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ വരാം. ഓരോ ടോപ്പിക് അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഡൗട്ടുകളൊക്കെ അവിടെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാം. ടെലഗ്രാം ചാനൽ മസ്റ്റായിട്ട് ജോയിൻ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് പുതിയത് വരുന്ന എല്ലാ ടെസ്റ്റ് നെറ്റുകളുടെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളും ഒക്കെ ഇടുകയുള്ളൂ. നമ്മൾ എല്ലാ ടെസ്റ്റ് നെറ്റിൻ്റെ വീഡിയോസ് നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യില്ല. ഓൾമോസ്റ്റ് എല്ലാ ടെസ്റ്റ് നെറ്റിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ എന്ത് ചെയ്യുക, ടെസ്റ്റ് രൂപത്തിലായി നമ്മളോട് കൊടുക്കുക. നിങ്ങൾക്കത് ഫോളോ ചെയ്താൽ മാത്രം മതി. എല്ലാ ടെസ്റ്റ് നെറ്റിലും നമുക്ക് എന്ത് ചെയ്യുന്ന വീഡിയോയുടെ ആവശ്യമില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ടെലഗ്രാം ചാനൽ മസ്റ്റായിട്ട് ജോയിൻ ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഒരുപാട് പ്രോജക്റ്റുകൾ മിസ് ചെയ്യും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ ഇട്ടെടുക്കാം. അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ടുള്ള ഒരു കാര്യമായിരിക്കും, എന്താണ് ടെസ്റ്റ് നെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ടെസ്റ്റ് നെറ്റിന് ഒരു ബ്രീഫായിട്ടുള്ള ഓവർവ്യൂ തരികയാണെങ്കിൽ, നമുക്കൊരു മാർക്കറ്റിൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഇറങ്ങിയാണ്. സപ്പോസ് വിചാരിക്കുക, ഇപ്പോൾ ഇതുപോലെ കാണുന്ന ഒരു കാറ്. അപ്പോൾ ഈ ഒരു കാറ് ഒരു മാനുഫാക്ചർ, ഇപ്പോൾ BMW എന്ന് പറഞ്ഞൊരു മാനുഫാക്ചർ ഒരു കാർ ഇറക്കാൻ പോവുകയാണ്. അവരൊരു കാർ ഇറക്കി അങ്ങനെ തന്നെ ബിൽഡ് ചെയ്തിട്ട് നേരെ തന്നെ മാർക്കറ്റിലേക്ക് ഇറക്കുകയാണോ ചെയ്യുക? അല്ല. അതിനെന്ത് ചെയ്യും, പല വിധത്തിലുള്ള ടെസ്റ്റ് കേസ് സിനാരിയോടെ കടത്തിവിടും. അതായത് ക്രാഷ് ടെസ്റ്റ്, ഒരുപാട് ടെസ്റ്റുകളുണ്ടല്ലോ, ഇതിലൂടെയൊക്കെ കടത്തിവിട്ടിട്ട് ഇതൊക്കെ സക്സസ് ആയിട്ടുള്ളൊരു ഒരു കംപ്ലീറ്റ് ഒരു പെർഫെക്റ്റ് പ്രൊഡക്റ്റ് ആണെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുള്ളൂ, അവർ മാർക്കറ്റിലേക്ക് എന്ത് ചെയ്യുള്ളൂ, അത് റിലീസ് ചെയ്യുകയുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും, ഒരു മെയിൻ പ്രൊഡക്റ്റ് ഇറങ്ങുന്നതിന് മുന്നായിട്ട് ആ പ്രൊഡക്റ്റിനെ എല്ലാവിധ ടെസ്റ്റ് കേസ് സിനാരിയോടെ കടത്തിവിടും. എന്നിട്ടായിരിക്കും എന്ത് ചെയ്യുക, അവരുടെ മെയിൻ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുക, മാർക്കറ്റിലോട്ട് ഇറങ്ങുക. കാറും ഇതുപോലത്തെ എല്ലാ കേസുകളും, എന്ത് പ്രൊഡക്റ്റ് ആയാലും, മൊബൈലും ലാപ്ടോപ്പും എന്തായാലും ഇതുപോലെ സീരീസ് ടെസ്റ്റിലൂടെയാണ് കടന്നു പോകുക. പക്ഷേ നമ്മൾ ബ്ലോക്ക് ചെയിനിലേക്ക് വരുമ്പോൾ നമ്മൾ പഠിച്ചു L1 L2 അങ്ങനെ ഓരോ ചെയിനുകൾ പഠിച്ചല്ലോ. അതുപോലെ ഓരോ തരത്തിലുള്ള പലതരത്തിലുള്ള പ്രൊജക്റ്റുകൾ ബ്ലോക്ക് ചെയിനിൽ റിലീസ് ആവുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ എക്സാമ്പിളായിട്ട് L1 ചെയിൻ, അതായത് ലെയർ 1 ചെയിൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കാണുന്ന പോലെ എതീറിയം, അതുപോലെ സൊളാന, അങ്ങനത്തെ ചെയിനൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്താണ്, അവരൊരു വലിയ ചെയിനാണ്. അവരൊരു വലിയൊരു ചെയിൻ ഉണ്ടാക്കിയിട്ട് അതിനുള്ളിലേക്ക് ഒരുപാട് ഡെവലപ്പേഴ്സിനെ അട്രാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്തിനാണ് അട്രാക്ട് ചെയ്യുന്നത്, അവരുടെ ബ്ലോക്ക് ചെയിനിൽ ബിൽഡ് ചെയ്യാനായിട്ട്, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് എന്ത് ചെയ്യും, അവരുടെ ബ്ലോക്ക് ചെയിനിലേക്ക് എന്ത് ചെയ്യും, അവർ വെൽക്കം ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ വെൽക്കം ചെയ്യാനായിട്ട് ഒരുപാട് ആളുകൾ വരും. അപ്പോൾ ഇതുപോലെ വരുന്നതിന് മുന്നായിട്ട് എന്ത് ചെയ്യണം, ഇവർക്കൊരു പെർഫെക്റ്റ് പ്രൊഡക്റ്റ് ആയിരിക്കണം. അല്ലാതെ ഒരുപാട് ആൾക്കാർ ഇത് യൂസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇത് നശിച്ചു പോകാൻ പാടില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് വരാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇവരൊരു മെയിൻ പ്രൊഡക്റ്റ് ഇറക്കുന്നതിന് മുന്നായിട്ട് ഈ പ്രൊഡക്റ്റ് അവരെന്ത് ചെയ്യും, ടെസ്റ്റ് ചെയ്യാനായിട്ട് പബ്ലിക്കിന് വിട്ടുകൊടുക്കും. അതാണ് നമ്മൾ എന്ത് പറയുന്നത്, ടെസ്റ്റ് നെറ്റ് എന്ന് പറയുന്നത്. ആ പേരിൽ തന്നെ ഉണ്ട് ടെസ്റ്റ് നെറ്റ്. ഒരു മെയിൻ പ്രൊഡക്റ്റ് പബ്ലിക്കിൽ ഇറങ്ങുന്നതിന് മുന്നായിട്ട് പബ്ലിക്കിനെ കൊണ്ട് തന്നെ എന്ത് ചെയ്യും, ടെസ്റ്റ് ചെയ്യിക്കുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്ന പേരാണ് എന്ത്, ടെസ്റ്റ് നെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ മെയിൻ പ്രൊഡക്റ്റ് നമ്മൾ എന്താ വിളിക്കുക, മെയിൻ നെറ്റ് എന്ന് വിളിക്കും. അപ്പോൾ 2 പ്രൊഡക്റ്റാണ് ഇവിടെ മെയിൻ ആയിട്ടുള്ളത്, ഒന്ന് ടെസ്റ്റ് നെറ്റും ഒന്ന് മെയിൻ നെറ്റും. ടെസ്റ്റ് നെറ്റിന് ശേഷമായിരിക്കും എന്ത് ചെയ്യുക, മെയിൻ നെറ്റ് നോക്കുക. ഇതിന് മുന്നായിട്ട് നമ്മൾ കണ്ടുവരുന്ന ഒരു ടൈമാണ് ഡേവ് നെറ്റ് എന്നുള്ളത്. നമ്മൾ കാര്യമായിട്ട് നോക്കുന്നത് അത് ഡെവലപ്പേഴ്സിനുള്ള ഒരു നെറ്റ്വർക്കാണ് ഡേവ് നെറ്റ് എന്നുള്ളത്. അപ്പോൾ എന്തിനാണ് നമ്മൾ ടെസ്റ്റ് നെറ്റിൽ നമ്മളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്? അപ്പോൾ നമുക്ക്, അതായത് ഇപ്പോൾ ടെസ്റ്റ് നെറ്റ് അവർ പബ്ലിക്കിന് വേണ്ടി റിലീസ് ചെയ്യുന്നു, അതിനോട് നമുക്കൊന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആരെങ്കിലും പോയി നമ്മൾ എന്തെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുമോ? നമുക്ക് എന്തെങ്കിലും റിവാർഡ് ഉണ്ടെങ്കിൽ മാത്രമല്ലേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, അതിൽ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയധികം ആൾക്കാർ, യൂസേഴ്സ് എന്തുകൊണ്ട് ടെസ്റ്റ് നെറ്റിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്നു, അല്ലെങ്കിൽ ടെസ്റ്റ് നെറ്റിൽ ഇതുപോലത്തെ ആക്ടിവിറ്റീസ് ചെയ്യുന്നു എന്നുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിൽ നിന്ന് എന്ത് കിട്ടുന്നു, റിവാർഡ് കിട്ടുന്നു. എന്തിനാണ് റിവാർഡ്? അവരുടെ ആ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റ് ടെസ്റ്റ് ചെയ്യുന്ന യൂസേഴ്സിന് അവരെന്ത് ചെയ്യും, ഒരു ചെറിയ റിവാർഡ് കൊടുക്കുന്നു. അതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എയർ ഡ്രോപ്പ് ആയി കിട്ടുന്നത്. അപ്പോൾ എന്താണ് എയർ ഡ്രോപ്പ്? എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെസ്റ്റ് നെറ്റ് വഴി, അല്ലെങ്കിൽ ടെസ്റ്റ് നെറ്റിൽ ഓരോ യൂസേഴ്സും അവരുടെ ആക്ടിവിറ്റിക്ക് അനുസരിച്ച് എന്തെങ്കിലും ഒരു റിവാർഡായിട്ട് കോയിൻസ്, അവരുടെ കോയിൻസ് റിലീസ് ചെയ്യുമ്പോൾ ആ കോയിൻസ് ആ ടെസ്റ്റ് നെറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത യൂസേഴ്സിന് കൊടുക്കുന്ന ഒരു സെറ്റപ്പിനെ പറയുന്ന പേരാണ് എന്ത്, എയർ ഡ്രോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞാൽ ടേമും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എയർ ഡ്രോപ്പ് വഴി നമുക്ക് എന്ത് കിട്ടും, നമുക്ക് അവരുടെ കോയിൻ കിട്ടും. ഈ കോയിൻ നമ്മൾ എന്ത് ചെയ്യും, പിന്നീട് മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും, വിറ്റ് നമ്മളതിനെ പ്രോഫിറ്റ് ആക്കി എടുക്കുന്നു. അതിനൊക്കെ നമ്മൾ പറഞ്ഞുതരാം എന്തൊക്കെ ചെയ്യാന്നുള്ളത്. 2-3 ടെസ്റ്റ് നെറ്റുകൾ കാണാം, നമുക്ക് എങ്ങനെയാണ് ടെസ്റ്റ് നെറ്റ് ഇരിക്കാന്നാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മെഗാ എന്ന് പറഞ്ഞൊരു വലിയ പ്രൊജക്റ്റിലുള്ള അവരുടെ എക്കോസിസ്റ്റിലുള്ള ഒരു പ്രൊജക്റ്റാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ മെഗായത്തിൻ്റെ ടെസ്റ്റ് നെറ്റ് ഇരിക്കുകയാണെങ്കിൽ ഇത് വലിയ സംഭവം ഒന്നല്ല കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നമ്മൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ് മൊണാഡ് എന്ന് പറഞ്ഞത്. വലിയൊരു ലെയർ 1 പ്രോജക്റ്റാണ്. അവരുടെ വലിയ ലെയർ 1 പ്രോജക്റ്റിൻ്റെ മെയിൻ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ ലെയർ 1 നിന്ന് ഒരുപാട് എക്കോസിസ്റ്റം പ്രോജക്റ്റുകളുണ്ട്. എന്താണ് എക്കോസിസ്റ്റം പ്രോജക്റ്റ് എന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞുതരാം. മൊണാഡ് വലിയൊരു പ്രോജക്റ്റ് ആയതുകൊണ്ട് തന്നെ
അവരുടെ എക്കോ സിസ്റ്റം അല്ലെങ്കിൽ അവരുടെ സൈറ്റൊക്കെ എന്ത് ചെയ്യണം ഒരുപാട് ഡെവലപ്പ് ചെയ്ത് വലിയൊരു സൈറ്റൊക്കെ ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത്. അവരുടെ ഫണ്ടിങ്ങിനനുസരിച്ചായിരിക്കും എന്തുണ്ടാവുക, അവരുടെ ആ ഒരു സെറ്റപ്പ് നമുക്ക് ഉണ്ടാവുക. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂവ്മെൻറ്റ് എയർ ഡ്രോപ്പിൻ്റെ കേസൊക്കെ. മൂവ്മെൻറ്റിൻ്റെ സൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പാർത്തിനോൺ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ആയിരുന്നു. ആ വെബ്സൈറ്റ് എന്ന് വെച്ചാൽ വളരെ ഒരു അഡ്വാൻസ്ഡ് ആയ വെബ്സൈറ്റ് ആയിരുന്നു. എല്ലാം റെക്കോർഡഡ് ആയിട്ടുള്ള നല്ല അടിപൊളി വെബ്സൈറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ വെബ്സൈറ്റാണ് മൊണാഡ് എന്ന് പറയുന്നത്. അപ്പോൾ മൊണാഡ് എന്തായിരുന്നു നമ്മൾ കാണുന്ന മൊണാഡിൻ്റെ വെബ്സൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ടെസ്റ്റ് നെറ്റ് സൈറ്റ് നമ്മുടെ ഓൾറെഡി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ടെസ്റ്റ് നെറ്റിൽ എന്താണ് അവർ പറഞ്ഞ ആക്ടിവിറ്റി നമ്മൾ ഇവരുടെ നെറ്റ്വർക്കൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു, വാലറ്റിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കസ്റ്റമായിട്ട് ഇവരുടെ നെറ്റ്വർക്കിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ ടെസ്റ്റ് നെറ്റ് നമ്മുടെ നെറ്റ്വർക്കിലോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, പിന്നെ നമുക്ക് ഇവരുടെ നെറ്റ്വർക്കായിട്ട് ബ്ലോക്ക് ചെയിൻ ആയിട്ട് ഇൻട്രാക്ട് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഒരുപാട് ഡാപ്സുകൾ കാണാൻ പറ്റും. ഇതിന് വന്നാണ് ഡീസെൻട്രലൈസ്ഡ് ആപ്സ് എന്ന് പറയുക. അപ്പോൾ ഈ ഡാപ്സ് ഒക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുണ്ടാക്കാൻ പോകുന്ന മൊണാഡ് ഉണ്ടാക്കാൻ പോകുന്ന ഒരു ബ്ലോക്ക് ചെയിൻ ആണ്. ആ ബ്ലോക്ക് ചെയിനിൽ ഡെവലപ്പ് ചെയ്യുന്ന ആപ്പുകളാണ് എന്ത് പറയുന്നത്, ഡാപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്ന ഡാപ്സുകളൊക്കെ ഇല്ലേ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ് നമുക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ കാണുന്ന ഓരോ ഡാപ്പ് എടുക്കുക, അതിൽ ഇൻട്രാക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നത്, ഇവരുടെ ബ്ലോക്ക് ചെയിനിൽ ഒരു ആക്ടിവിറ്റിയാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ആക്ടിവിറ്റി നടക്കുമ്പോൾ എന്ത് ചെയ്യും, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബ്ലോക്ക് ചെയിനിൽ നടക്കുന്ന എല്ലാ ആക്ടിവിറ്റീസും ട്രാൻസ്പെറൻ്റ് ആണ്, അതൊക്കെ ഒരു ലെഡ്ജറിൽ എഴുതി വെക്കും. അപ്പോൾ അവർക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ ആക്ടിവിറ്റീസ് പലതരത്തിലുള്ള ഓരോ യൂസേഴ്സും ഓരോ തരത്തിലാക്കി ആക്ടിവിറ്റി ചെയ്യുക അല്ലേ. ഓരോരുത്തരുടെ നെറ്റ്വർക്ക് ഡിഫറൻസ് ഉണ്ടാവും, ഓരോരുത്തരുടെ സ്പീഡ് ഡിഫറൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ട്രാഫിക് കൺട്രോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ ഓരോ ട്രാൻസാക്ഷനും ഓരോ തരത്തിലുള്ള ഡിഫറെൻറ്റ് ട്രാൻസാക്ഷൻസ് ആയിരിക്കും വരിക. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ തരത്തിലുള്ള സിനാരിയോസ് കിട്ടും. അപ്പോൾ അങ്ങനെ സിനാരിയോസ് കിട്ടുമ്പോൾ എന്ത് ചെയ്യും, അതൊക്കെ നമ്മൾ വല്ല ബഗ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് റിപ്പോർട്ട് ചെയ്യും. ഓക്കെ, ഞാനിങ്ങനെ ഒരു ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ച് ബഗ് വരുന്നുണ്ട്, അപ്പോൾ ഇതൊന്ന് ഫിക്സ് ചെയ്യാമോ. അപ്പോൾ നോക്കുമ്പോൾ എന്താണ്, അപ്പോൾ ഈ ഇഷ്യൂ അവർ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, വീണ്ടും അത് ചെക്ക് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, വീണ്ടും ടെസ്റ്റ് ചെയ്ത് യൂണിറ്റ് ടെസ്റ്റ് എന്ത് ചെയ്യും, അവർ ആ പ്രൊഡക്റ്റിനെ സെറ്റാക്കി എടുത്തിട്ട് എന്ത് ചെയ്യും, ഓക്കെ ഇതിന് ഇന്ന സാധനത്തിലുള്ള ബഗ് ഫിക്സ് ആക്കിയിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ എന്ത് ചെയ്യും, ബാക്കിയുള്ള യൂസേഴ്സിനൊന്നും ആ ഇഷ്യൂ ഫേസ് ചെയ്യാതെ എന്ത് ചെയ്യും, വീണ്ടും ആ പ്രൊഡക്റ്റ് എന്ത് ചെയ്യും, ടെസ്റ്റ് നെറ്റിൽ അതിൻ്റെ റൺ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ടെസ്റ്റ് നെറ്റ് എന്ത് ചെയ്യും, ചിലപ്പോൾ 3 മാസമോ 4 മാസമോ അല്ലെങ്കിൽ 6 മാസമോ 1 കൊല്ലോ 2 കൊല്ലോ അങ്ങനെ പലതരത്തിൽ ഓരോ പ്രൊജക്റ്റിനനുസരിച്ച് അവരുടെ ടെസ്റ്റ് നെറ്റിൻ്റെ സമയം നീണ്ടുപോകും. ചില പ്രൊജക്റ്റൊക്കെ 4 മാസം കൊണ്ട് ടെസ്റ്റ് നെറ്റ് അവസാനിക്കും. ചില പ്രൊജക്റ്റൊക്കെ 2 കൊല്ലം 3 കൊല്ലമൊക്കെ ടെസ്റ്റ് നെറ്റ് ചെയ്യുന്ന കുറേ പ്രൊജക്റ്റ് ഉണ്ട്. ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രൊജക്റ്റ് എന്ത് ചെയ്യും, ടെസ്റ്റ് നെറ്റിലൂടെ തന്നെ പോയിക്കൊണ്ടിരിക്കും. അവരുടെ പ്രൊജക്റ്റ് പെർഫെക്റ്റ് ആയിട്ടില്ല എന്ന് തോന്നുകയാണ് എന്ത് ചെയ്യും, അത്ര നാൾ എന്ത് ചെയ്യും, അവർ ആ ടെസ്റ്റ് നെറ്റ് ഓടിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും, അത്ര നാൾ വരെ എന്ത് ചെയ്യും, ക്ഷമയോടെ കാത്തിരുന്ന് ചെയ്യേണ്ടി വരും. ക്ഷമയോടെ ചെയ്യുന്നവർക്ക് എന്ത് ചെയ്യും, അതിൻ്റേതായ പ്രോഫിറ്റ് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് നമുക്കിപ്പോൾ മൊണാഡ് എക്കോസിസ്റ്റത്തിൽ ഒരു ആപ്പ് എടുത്ത് കഴിഞ്ഞാൽ കുരു എന്ന ആപ്പ് നമ്മൾ എടുക്കണം. ഇപ്പോൾ കുരു ഉണ്ട്, കിങ്സ് ഉണ്ട്, ഇതൊക്കെ കുറച്ച് ഫേമസ് ആപ്പുകളാണ്. അപ്പോൾ ഞാൻ കുരു എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുരു എന്ന് പറയുന്നത് ഒരു എക്സ്ചേഞ്ച് പോലെ വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ കുരു എടുക്കുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു സ്വാപ്പിങ്, ബ്രിഡ്ജിങ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതുപോലെ സംഭവമാണ് ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഞാൻ പറഞ്ഞാൽ ഇന്ന് നമ്മൾ വാലറ്റ് പഠിച്ചത് നമുക്ക് ലോഗിൻ ചെയ്യാനായിട്ട് നമുക്ക് എന്തുണ്ടാവില്ല, വെബ്3 വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവില്ല, നമുക്ക് ഗൂഗിൾ അക്കൗണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു യൂസർ നെയിം പാസ്വേഡ് അങ്ങനത്തെ ഒരു പരിപാടി നമുക്ക് എന്തുണ്ടാവില്ല, വെബ്3 ഉണ്ടാവില്ല. അങ്ങനെ യൂസ് ചെയ്യുന്ന ചില വെബ്3 സൈറ്റുകൾ ഉണ്ട് കേട്ടോ. എന്നാലും നമുക്ക് മോസ്റ്റ്ലി 90% വെബ്3 സൈറ്റിൽ എന്തായിരിക്കും, നമ്മൾ എങ്ങനെയായിരിക്കും ലോഗിൻ ചെയ്യുക, വാലറ്റ് വെച്ചിട്ടായിരിക്കും ലോഗിൻ ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ വാലറ്റ് വെച്ച് ലോഗിൻ ചെയ്യുക, ഞാനിപ്പോൾ ഓൾറെഡി ലോഗിൻ ചെയ്തേക്കാണ്. ഞാനിപ്പോൾ ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിപ്പോൾ കണക്ട് വാലറ്റിന് കൊടുക്കുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ച പോലെ മെറ്റാമാസ്കാണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. നമ്മൾ ഓരോ ബ്ലോക്ക് ചെയിൻ അനുസരിച്ച് ചിലപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ചിലപ്പോൾ വാലറ്റ് മാറ്റേണ്ടി വരും. ചിലപ്പോൾ നമുക്ക് മറ്റുള്ള റേസർ വാലറ്റ് അല്ലാന്നുണ്ടെങ്കിൽ സൊലാന വാലറ്റ്, ഫാൻറ്റം വാലറ്റ് അങ്ങനെയുള്ള കുറേ വാലറ്റൊക്കെ നമുക്ക് എന്ത് ചെയ്യും, ഓരോ ടെസ്റ്റ് യൂസ് ചെയ്യേണ്ടി വരും. ഇവിടെ നമുക്ക് യൂസ് ചെയ്യേണ്ടത് മെറ്റാമാസ്ക് എന്നൊരു വാലറ്റാണ്. നമ്മൾ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു. നമ്മൾ മെറ്റാമാസ്ക് സെലക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, മെറ്റാമാസ്കിൻ്റെ പോപ്പപ്പ് തുറന്നു വരും. നമ്മൾ എന്ത് ചെയ്താൽ മതി, നമ്മൾ വെറുതെ കണക്ട് എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ലോഗിൻ ആയി. ഇത്രയുള്ള പരിപാടി. നമ്മുടെ ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഒരു അക്കൗണ്ടിലായിരിക്കും, നമ്മുടെ ഒരു പ്രൊഫൈലിലായിരിക്കും നമ്മുടെ ഫയൽസ് എല്ലാം ലോഗിൻ ചെയ്ത് വെച്ചിട്ടാണ്, നമ്മുടെ ഫോട്ടോസ് ഇങ്ങനെ എല്ലാം ലോഗിൻ ചെയ്ത് നമ്മുടെ ഒരു പ്രൊഫൈലായിരിക്കില്ലേ. അതുപോലെ തന്നെ നമ്മുടെ പ്രൊഫൈലിനെ ഇവിടെ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മുടെ ഒരു വാലറ്റിലാണ്. നമ്മുടെ ഈ ഒരു വാലറ്റിലാണ് എന്ത് ചെയ്യുക, ഈ വാലറ്റ് വെച്ച് ലോഗിൻ ചെയ്യുമ്പോഴാണ് നമ്മൾ എന്തൊക്കെ ആക്ടിവിറ്റി ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓരോ ടെസ്റ്റിൻ്റെ സൈറ്റിലും ലോഗിൻ ചെയ്യുക. ഇത്രേ ഉള്ളൂ, വളരെ എളുപ്പമാണ്. കണക്ട് എന്ന് കൊടുക്കുക, മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്ത് വരുന്നു, നമ്മൾ എന്ത് ചെയ്യുക, സൈൻ ചെയ്ത് കൊടുക്കുക. അത്രയുള്ള പരിപാടി. ഇനി ഇവിടെ വന്നാൽ നമുക്ക് എന്തുണ്ട്, നമുക്ക് ചെയ്യേണ്ട ആക്ടിവിറ്റി, ഈ ടെസ്റ്റിൻ്റെ ചെയ്യേണ്ട ആക്ടിവിറ്റി എന്താ ചെയ്യാം, നമ്മുടെ ഇടയിൽ നിന്നുണ്ട് മൊണാഡ് എന്ന് പറഞ്ഞ ടോക്കൺ ഉണ്ട്. ഈ മൊണാഡ് എന്ന് പറഞ്ഞ ടോക്കൺ നമുക്ക് എവിടെ നിന്ന് കിട്ടിയേ, ഇവരുടെ ഒരു ഫോസെറ്റ് ഉണ്ട്. ഫോസെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ടെസ്റ്റ് നെറ്റ് ടോക്കൺസ് കിട്ടുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് എന്ത്, ഫോസെറ്റ് എന്ന് പറയുക. അപ്പോൾ ഓരോ ബ്ലോക്ക് ചെയിനും അല്ലെങ്കിൽ ഓരോ പ്രൊജക്റ്റിനും അവരുടെ ഓരോ തരത്തിലായിരിക്കും നമുക്ക് ഫൊസെറ്റ് ഉണ്ടാവുക. അപ്പോൾ നമുക്കിതൊരു ഫൊസെറ്റാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഇവിടെ നമുക്ക് ഫൊസെറ്റാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മളിവിടെ മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മളവിടെ ഒരു അഡ്രസ്സ് എന്ത് ചെയ്യുക, നമ്മൾ അഡ്രസ്സ് നമ്മൾ കോപ്പി ചെയ്യുക. നമ്മുടെ എന്ത് അഡ്രസ്സാണ് കോപ്പി ചെയ്യുന്നത്, നമ്മുടെ മെറ്റാമാസ്കിൻ്റെ ഈ മേലെ കാണുന്ന അഡ്രസ്സ്, ഇതാണ് നമ്മുടെ പബ്ലിക് കീ അല്ലെങ്കിൽ പബ്ലിക് അഡ്രസ്സ് എന്നത്. അത് കോപ്പി ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മളുടെ വാലറ്റിൽ പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഇവിടെ ഒരു ക്യാപ്ച ഉണ്ട്, ലോഡായിട്ടില്ല. ഗെറ്റ് ടെസ്റ്റ് നെറ്റ് മോണെന്ന് അടിച്ച് എന്ത് ചെയ്യും, നമുക്കിവിടെ എന്ത് ചെയ്യും, നമ്മുടെ അക്കൗണ്ടിലോട്ട് നമ്മുടെ ഈ വാലറ്റിലോട്ട് എന്ത് ചെയ്യും, അവർ
ഒരു ഇത്ര മൊണാഡ് അല്ലെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും ഒരു മൊണാഡ് ടോക്കൺ എന്ത് ചെയ്യും നമ്മുടെ വാലറ്റിലോട്ട് അവർ ഇട്ട് തരും. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും മാക്സിമം 1 റിക്വസ്റ്റ് എവറി 12 അവേഴ്സ്. അപ്പോൾ നമുക്കിങ്ങനെ കുറേ പ്രാവശ്യം ക്ലെയിം ചെയ്യാൻ പറ്റില്ല. 12 മണിക്കൂർ കൂടുമ്പോൾ എന്ത് ചെയ്യാം, ഒറ്റ പ്രാവശ്യം ക്ലെയിം ചെയ്യാം. അടുത്ത പ്രാവശ്യം നമ്മൾ ക്ലെയിം ചെയ്യണമെന്ന് പറയും വീണ്ടും 12 മണിക്കൂർ വേണ്ടി വരും. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ എന്ത് ചെയ്യും, ചറപറ ക്ലെയിം ഒഴിവാക്കാനാണ് എന്ത് ചെയ്യുക, നമുക്കിവിടെ ടൈം ലിമിറ്റ് വയ്ക്കുക. ഓൾമോസ്റ്റ് എല്ലാ പ്രോജക്റ്റിലും ടൈം ലിമിറ്റ് ഉണ്ടാവും. ചിലത് 24 അവർ ആയിരിക്കും, നമുക്ക് മോസ്റ്റ്ലി 24 അവർ ആയിരിക്കും. 24 അവറിൽ ഒറ്റ ടൈം മാത്രമേ കിട്ടുള്ളൂ. എല്ലാത്തിനും ഒരേപോലത്തെ ടോക്കൺ ആയിരിക്കില്ല. ചില പ്രോജക്റ്റിലൊക്കെ അവരുടെ ടോക്കൺ എന്ത് ചെയ്യുള്ളൂ, നമുക്ക് ആകെ ചെറിയ ടോക്കൺ മാത്രമേ, ചിലപ്പോൾ 0.5 0.1 അങ്ങനെ കുറച്ച് ടോക്കൺസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ചിലത് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ടോക്കണാണ് കിട്ടുന്നത്, മോൺ എന്ന് പറഞ്ഞ ടോക്കണാണ് കിട്ടുന്നത്. എന്താണ് മോൺ എന്ന് പറഞ്ഞ ടോക്കൺ? മൊണാഡ് എന്ന് പറഞ്ഞ പ്രോജക്റ്റിൽ അവർ ഇറക്കാൻ പോകുന്ന ടോക്കണിൻ്റെ പേരാണ് എന്ത്, മോൺ എന്നത്. അപ്പോൾ ആ ടോക്കൺ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഇവരെ ടെസ്റ്റ് നെറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഞാൻ ഓൾറെഡി എനിക്ക് കുറച്ച് മൊണാഡ് ടോക്കൺ എൻ്റെ കയ്യിൽ ഓൾറെഡി അവൈലബിൾ ആണ്. ഞാനിവിടെ ഓൾറെഡി ചെയ്യുന്ന പ്രോജക്റ്റ് ആയ കാരണം എനിക്ക് ഇവിടെ എന്തുണ്ട്, കുറച്ച് ടോക്കൺസ് മൊണാഡ് ടോക്കൺസ് എൻ്റെ കയ്യിൽ കിടക്കുന്നത്. ഏകദേശം ഒരു 5.419 എന്ന് പറഞ്ഞാൽ മൊണാഡ് ടോക്കൺ കിടക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ. ഇതെന്താണ്, ഇതിന് വാല്യൂ ഉണ്ടോ? ഇല്ല. ഇത് ടെസ്റ്റ് നെറ്റ് ടോക്കൺ ആണ്. ടെസ്റ്റ് നെറ്റ് ടോക്കൺ എന്തുണ്ടാവില്ല, ഒരിക്കലും റിയൽ വാല്യൂ ഉണ്ടാവില്ല. അതെപ്പോഴും ഓർക്കുക, ടെസ്റ്റ് നെറ്റ് ടോക്കൺസ് കിട്ടുന്ന വാല്യൂ എന്താണ്, ടെസ്റ്റ് നെറ്റ് സൈറ്റിൽ യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ടെസ്റ്റ് നെറ്റ് ടോക്കൺ യൂസ് ചെയ്യുക. അതൊരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സെല്ല് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റൊരാൾക്കെങ്കിലും വിൽക്കാനായിട്ടോ നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഈ ഒരു സൈറ്റിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് മോൺ എന്ന് പറഞ്ഞ ടോക്കണാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ മോൺ ടോക്കൺ കിട്ടി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, മോൺ എന്ന് പറഞ്ഞ ടോക്കണിൽ നിന്ന് ഞാൻ എന്താണ് വേറൊരു ടോക്കണിലേക്ക് സ്വാപ്പ് ചെയ്യാൻ പോകണം. നമ്മൾ പഠിച്ചിട്ടുണ്ടാകും സ്വാപ്പ്. നമ്മൾ ഇതുവരെ പഠിക്കാത്തവരാണെങ്കിൽ, ഇതുവരെ അറിയാത്തവരാണ് എന്ത് ചെയ്യുക, ഫസ്റ്റ് വീഡിയോ കാണാം. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അവിടെ പോയി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള മോൺ കൊടുക്കണം. ഞാനിവിടെ 0.1 എന്ന് പറഞ്ഞ മോണാണ് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണം, ഞാൻ മൊണാഡ് ടോക്കണിൽ നിന്ന് USDC എന്ന് പറഞ്ഞ ഒരു കോയിനിലോട്ട് എന്ത് ചെയ്യണം, സ്വാപ്പ് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോയിനിലേക്ക് സ്വാപ്പ് ചെയ്യാൻ ഞാൻ ഇവിടെ USDC ആണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, ഞാൻ USDC ക്ലിക്ക് ചെയ്ത് നമുക്ക് ഒരുപാട് കോയിൻസ് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോയിനിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സ്വാപ്പ് ചെയ്ത് മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ കയ്യിലുള്ള മൊണാഡ് ടോക്കണെ മറ്റൊരു ടോക്കണിലേക്ക് എന്ത് ചെയ്യണു, ഞാൻ ബൈ ചെയ്യുന്നു. അപ്പോൾ ഞാൻ സ്വാപ്പ് എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ട്രാൻസാക്ഷൻ ഗോയിങ് ത്രൂ ഇല്ല, എന്തോ എറർ സംഭവിച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ പറയുന്നത്. ചിലപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് ടെസ്റ്റ് നെറ്റ് ലെവൽ എന്തില്ല, എല്ലായ്പ്പോഴും ചിലപ്പോൾ എന്ത് ചെയ്യില്ല, നമുക്ക് വർക്കാവില്ല. ചില സമയത്ത് കുറേ ബഗ്ഗുകൾ ഉണ്ടാവും. അപ്പോൾ ആ ബഗ്ഗുകളൊക്കെ എന്ത് ചെയ്യുക, നമുക്ക് വേണമെങ്കിൽ ഡിസ്കോഡിൽ പോയിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. എങ്ങനെ നമ്മൾ റിപ്പോർട്ട് ചെയ്യാം, നമ്മളൊരു സ്വാപ്പ് നിൽക്കുന്നു, സ്വാപ്പ് ഗോയിങ് ത്രൂ ആയാലും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ അവർ ഡിസ്കോഡിൽ പോയിട്ട് പറയുക, അവർ നമുക്ക് ഫോട്ടോ ഇടാനുള്ള ഒരു സ്ഥലം ഉണ്ടാവും, അല്ലെങ്കിൽ അവിടെ ടിക്കറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ ഡിസ്കൗണ്ട് വീഡിയോ നമ്മൾ സെപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ പറയുക ഓക്കെ ഞങ്ങൾക്കിത് വർക്ക് ആവുന്നില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, ഓക്കെ ഇത് ജനറൽ ഇഷ്യൂ ആണ്, സൂൺ ചിലപ്പോൾ ഫിക്സ് ആവുകയെന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ടെസ്റ്റ് നെറ്റ് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി എന്നത്. അപ്പോൾ ഇതൊരു എല്ലാത്തിലും ഇതുപോലത്തെ ആക്ടിവിറ്റി ആയിരിക്കില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, മൊണാഡ് ടെസ്റ്റ് നെറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ എക്കോസിസ്റ്റം പ്രോജക്റ്റ് ഒന്നുമില്ല. ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇഷ്ടംപോലെ പ്രോജക്റ്റുകളുണ്ട്. അവർ ഓരോന്നും ഓരോ തരത്തിലായിരിക്കും. ഇതിപ്പോൾ സ്വാപ്പ് ചെയ്യാനാണെങ്കിൽ ചിലപ്പോൾ എന്ത് ചെയ്യും, ചിലപ്പോൾ ചെറിയ ആക്ടിവിറ്റി ആയിരിക്കും. ഇപ്പോൾ ഞാൻ മറ്റൊരു പ്രോജക്റ്റ് പോയി കഴിഞ്ഞാൽ, മെഗാത്ത് പ്രോജക്റ്റ് പോയി കഴിഞ്ഞാൽ അതൊരു വലിയ പ്രോജക്റ്റാണ്. അപ്പോൾ ഈ പ്രോജക്റ്റിലും കണ്ടില്ല ഇതുപോലെ എക്കോസിസ്റ്റം പ്രോജക്റ്റ് ഉണ്ട്. എല്ലാ ടെസ്റ്റ് നെറ്റിലും ഇതുപോലെ ഇല്ലായിട്ടിരിക്കുക. ഞാൻ കുറച്ച് ടെസ്റ്റ് നെറ്റുകൾ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ പോയി കഴിഞ്ഞാൽ കുറേ ടെസ്റ്റ് നെറ്റുകളിൽ ഈ ടെസ്റ്റ് നെറ്റിൻ്റെ ഉള്ളിൽ മെഗാത്ത് എന്ന് പറഞ്ഞ ചെയിൻ്റെ ഉള്ളിൽ ബിൽഡ് ചെയ്യുന്ന പ്രോജക്റ്റുകളാണ് ഈ എത്തിച്ചത്. അതുപോലെ മൊണാഡ് എന്ന് പറഞ്ഞ പ്രോജക്റ്റിൻ്റെ ഉള്ളിൽ ബിൽഡ് ചെയ്യുന്ന പ്രോജക്റ്റുകൾ, അതായത് നമ്മളിപ്പോൾ പറയില്ലേ, നമ്മളിപ്പോൾ നമ്മുടെ ഇൻഫോ പാർക്ക് കണ്ടല്ലോ, നമ്മൾ കാക്കനാടുള്ള ഇൻഫോ പാർക്ക്. അവിടെ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലുലുവിൻ്റെ ഒരു സൈബർ പാർക്ക് ഉണ്ട്. അപ്പോൾ അവിടെ അവരെന്താണ്, ലുലു എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് അവിടെ പണിതിട്ടേക്കാണ്, വലിയൊരു ബിൽഡിങ്. അതിനുള്ളിൽ എന്താണ്, മറ്റുള്ള കമ്പനീസ് ഓരോ ഇപ്പോൾ ആക്സെഞ്ചർ അല്ലെങ്കിൽ ഒറയോൺ അല്ലെങ്കിൽ നമ്മുടെ ഇൻഫോസിസ് അങ്ങനത്തെ ഓരോ കമ്പനികളിൽ എന്താണ്, അവർ വന്നിട്ട് എന്ത് ചെയ്യും, അവരവിടെ ഓരോ ഓഫീസ് സ്ഥാപിക്കും. അപ്പോൾ അവരെന്താണ്, ലുലു എന്ന് പറഞ്ഞ വലിയൊരു ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ഓരോ പ്രോജക്റ്റ് ഒന്ന് എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഉള്ളിൽ വന്ന് അവരുടെ ആക്ടിവിറ്റി ചെയ്യുന്നു. അതുപോലെ തന്നെയാണത് മൊണാഡ് എന്ന് പറഞ്ഞൊരു ബ്ലോക്ക് ചെയിൻ. അതിനുള്ളിൽ എന്ത് ചെയ്യുന്നു, ഓരോരുത്തർ വന്നിട്ട് എന്ത് ചെയ്യുന്നു, അവരുടേതായ പ്രോജക്റ്റുകൾ ആ ഒരു എക്കോസിസ്റ്റം, ആ ഒരു ബ്ലോക്ക് ചെയിൻ്റെ ഉള്ളിൽ ബിൽഡ് ചെയ്യുന്നതാണ് ഈ എക്കോസിസ്റ്റം പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ മെഗായത്ത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മെഗായത്തെ ടെസ്റ്റിനുള്ളിൽ ബിൽഡ് ചെയ്യുന്ന പ്രോജക്റ്റുകളാണ് ഈ കാണുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റും കുറേയൊക്കെ കമ്മിങ് സൂൺ ആണ്. അവരെന്ത് ചെയ്യുന്നത്, പതുക്കെ റിലീസ് ചെയ്യാൻ പോകുന്നുള്ളൂ. അപ്പോൾ ഇതിലൊരു പ്രോജക്റ്റാണ് GT എന്ന് പറയുന്നത്. അപ്പോൾ ഞാനിവിടെ എന്ത് ചെയ്യുന്നത്, സാധാ പോലെ തന്നെ കണക്ട് എന്ന് പറഞ്ഞ് കൊടുക്കുക, എന്ത് ചെയ്യുക, ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, എൻ്റെ മെറ്റാമാസ്ക് കണ്ടിന്യൂ വാലറ്റ് കൊടുക്കുന്നു. അതിനുശേഷം മെറ്റാമാസ്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് എന്ത് ചെയ്യും, എൻ്റെ മെറ്റാമാസ്കിൻ്റെ പോപ്പ് തുറന്നു വന്നിട്ട് എന്ത് ചെയ്യുക, ഞാൻ കണക്ട് ചെയ്യുക. അപ്പോൾ ഞാൻ കണക്ട് ചെയ്യുന്നില്ല. അതിനുശേഷം എന്ത് ചെയ്യുക, ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് എന്താണ്, ഇവിടെ കണ്ടില്ല സ്വാപ്പ് പോലെയാണ്. ട്രേഡ് എത്ത് മെഗ എന്ന് പറയുന്നത്, ഞാൻ എൻ്റെ കയ്യിലുള്ള എതീരിയം കോയിൻ വിറ്റിട്ട് എന്ത് ചെയ്യുന്നു, ഞാൻ മെഗ എന്ന് പറഞ്ഞ് കോയിൻ മേടിക്കുന്നു. അപ്പോൾ ഈ മെഗ എന്ന് പറഞ്ഞ കോയിൻ എന്താണ്, ഓൾറെഡി മാർക്കറ്റിൽ അവൈലബിൾ ആണോ? അല്ല, ഇതൊരു ടെസ്റ്റ് നെറ്റ് കോയിൻ. അതായത് മെഗായത്തിൻ്റെ കോയിൻ പറയുന്ന പേരാണ് മെഗ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇതുപോലെ എന്തുണ്ട്, ഇവർക്കും ഫൊസറ്റ് ഉണ്ട്. ആ ഫൊസറ്റിൽ വന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇവിടെ ക്ലെയിം ചെയ്യാം. അപ്പോൾ നമ്മുടെ കയ്യിലേക്ക് എന്ത് ചെയ്യും, മെഗ എന്ന് പറഞ്ഞൊരു ഫൊസറ്റ് ടോക്കൺ കിട്ടും. അപ്പോൾ നമ്മൾ മെഗായത്തും മൊണാഡ് കണ്ടപ്പോൾ നമ്മൾ എന്താണ്, നമ്മൾ കോമൺ ആയിട്ട് കണ്ടത് മൊണാഡ് എന്ന് പറഞ്ഞ ഒരു ബ്ലോക്ക് ചെയിൻ പ്രോജക്റ്റിന് അവരുടേതായ ടോക്കൺ ഉണ്ട്. എന്നാണ് മോൺ എന്ന് പറഞ്ഞ ടോക്കൺ ഉണ്ട്. മെഗായ എന്ന് പറഞ്ഞ ബ്ലോക്ക് ചെയിൻ പ്രോജക്റ്റ് എന്തുണ്ട്, അവരുടേതായ ടോക്കൺ ഉണ്ട്. മെഗ എന്ന് പറഞ്ഞ ടോക്കൺ ഉണ്ട്. അതുപോലെ ചിലപ്പോൾ എല്ലാ പ്രോജക്റ്റുകൾക്കും എല്ലാ ടെസ്റ്റ് നെറ്റുകൾക്കും സ്വന്തമായിട്ട് ചിലപ്പോൾ എന്തുണ്ടാവില്ല, ടോക്കൺ ഉണ്ടാവില്ല. അവരൊരു ടോക്കൺ പോലെ റിലീസ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അവരെന്ത് ചെയ്യും, പക്ഷേ സ്റ്റിൽ അവരുടെ ടെസ്റ്റ് നെറ്റ് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ അവരുടെ പ്രോജക്റ്റ് നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടി വരും. അങ്ങനത്തെ കേസിൽ ഭൂരിഭാഗം പ്രോജക്റ്റും യൂസ് ചെയ്യുന്ന, കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു
ടോക്കണാണ് സെപ്പോളിയ എന്ന് പറയുന്നത്. സെപ്പോളിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതീറിയം ബ്ലോക്ക് ചെയിനിൽ ടെസ്റ്റ്നെറ്റ് ആക്ടിവിറ്റികൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു കോയിനാണ് എന്ത് സെപ്പോളിയ എന്ന് പറയുന്നത്. അതിന് റിയൽ വാല്യൂ ഇല്ല. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സെപ്പോളിയ കിട്ടാൻ നോക്കാം. അപ്പോൾ നമ്മൾ ഓൾറെഡി മെറ്റാമാസ്ക് ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്തുണ്ടാവും, ഓൾറെഡി നമ്മുടെ മെറ്റാമാസ്കിൽ സെപ്പോളിയയുടെ ബ്ലോക്ക് ചെയിൻ ഓൾറെഡി അവൈലബിൾ ആയിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് വെറുതെ എന്ത് ചെയ്താൽ മതി, നമ്മളത് വെറുതെ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി നമ്മളവിടെ പോയിട്ട്. ഇപ്പോൾ ഞാനിവിടെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ താഴേക്ക് വരണമെങ്കിൽ ഇവിടെ കണ്ടില്ലേ സെപ്പോളിയ എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അപ്പോൾ ഞാൻ സെപ്പോളിയ എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്കിവിടെ ടോക്കൺസിലോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാൻ പറ്റും, നമുക്കിവിടെ സെപ്പോളിയ എന്ന് കാണാൻ പറ്റും. ഇതിന് റിയൽ വാല്യൂ ഉണ്ടോ? ഇല്ല. ഇതൊരു ടെസ്റ്റ്നെറ്റ് ടോക്കൺ മാത്രമാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണേ, ഈ ടെസ്റ്റ്നെറ്റ് ടോക്കൺ നമുക്ക് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് പ്രോജക്റ്റുകൾക്ക് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതിനായിട്ട് ഒരുപാട് ഫൊസറ്റുകളുണ്ട്. ഫൊസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോക്കൺസ് കിട്ടുന്ന സ്ഥലം. അപ്പോൾ ഞാനിവിടെ ഒരുപാട് ഫൊസറ്റ് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ഓൾറെഡി കിടക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ കൊടുക്കാം. ഓരോ പ്രോജക്റ്റിൻ്റെ സമയത്ത് നമ്മൾ അങ്ങനെ സെപ്പോളിയത്ത് യൂസ് ചെയ്യുന്ന പ്രോജക്റ്റുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അത് കിട്ടുന്ന സൈറ്റ് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു സൈറ്റാണ് നമ്മൾ ഗൂഗിൾ ക്ലൗഡ് വെബ് 3 എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വാലറ്റ് അഡ്രസ്സ്, നമ്മുടെ മെറ്റാമാസ്ക് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം നമ്മൾ എല്ലായ്പ്പോഴും ചെയ്യുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ വാലറ്റ് അഡ്രസ്സ് കോപ്പി ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുക റിസീവ് സെപ്പോളിയ എന്ന് കൊടുക്കുക. ഇതും 24 hours ഒറ്റ ടൈം മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ക്യൂലാണ്. നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, 0.05 സെപ്പോളിയ നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഫോസറ്റിലോട്ട് വരും. ഇനി രണ്ടാമത്തെ ഒരു ഫേമസ് സൈറ്റാണെന്നത് ഈ സെപ്പോളിയ ഫോസറ്റ് പോ സൈറ്റ് എന്ന് പറയുന്നത്, പോ ഫോസറ്റ്. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കുന്നുണ്ടെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ നേരത്തെ പോലെ എന്ത് ചെയ്യുക, നമ്മളിവിടെ നമ്മുടെ അഡ്രസ്സ് പേസ്റ്റ് ചെയ്യുക, ഐ ആം നോട്ട് റോബോട്ട് ഇടുക. പക്ഷേ ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒരു ചെറിയൊരു ക്രൈറ്റീരിയ വേണം. ഗിറ്റ് കോയിൻ പാസ്വേഡ് എന്ന സാധനം എന്ത് വേണം, നിങ്ങൾക്ക് വേണം. ഗിറ്റ് കോയിൻ പാസ്വേഡിൽ 2 എങ്കിലും സ്കോർ വേണം. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു റിയൽ ഹ്യൂമൻ ആണെന്ന് വെരിഫൈ ചെയ്യാനാണ്. ഞാൻ അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് വീഡിയോയിലായിട്ട് നമ്മൾ ഗിറ്റ് കോയിൻ പാസ്വേഡിൻ്റെ സ്കോറൊക്കെ ചെയ്യുന്ന വീഡിയോ നമ്മൾ ചെയ്യാം. അപ്പോൾ നമ്മൾ അഡ്രസ് കൊടുത്ത് നമ്മൾ സ്റ്റാർട്ട് മൈനിങ് കൊടുത്തെന്ത് ചെയ്യും, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് സ്റ്റാർട്ട് മൈനിങ് ചെയ്തിട്ട് നമ്മളൊരു മൈനിങ് പോലെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ പ്രോസസ്സിംഗ് കപ്പാസിറ്റി എന്ത് ചെയ്യും, നമ്മൾക്കൂടെ സെപ്പോളിയത്ത് കിട്ടുകൊണ്ടിരിക്കും. അപ്പോൾ കൂടെ കാണാൻ പറ്റും മാക്സിമം 12 മണിക്കൂർ ടോട്ടൽ എടുക്കും. 12 മണിക്കൂർ ടോട്ടൽ എടുത്ത് നമുക്ക് എത്ര ടോക്കൺ കിട്ടും, 2.5 ടോക്കൺ ആണ് നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് ഏൺ ചെയ്യാൻ പറ്റുക 12 മണിക്കൂർ കഴിയുമ്പോൾ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, 12 മണിക്കൂർ നമുക്ക് എന്ത് ചെയ്യാം, നമുക്കിവിടെ ക്ലെയിം ചെയ്യാൻ പറ്റും. സ്റ്റോപ്പ് മൈനിങ് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യും, ഇത്ര നേരം കിട്ടുന്നത് എന്താണോ അത് നമുക്ക് എന്ത് ചെയ്യാം, ക്ലെയിം ചെയ്ത് നമ്മുടെ വാലറ്റിലോട്ട് എത്തുകയാണ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ആകെ ഒന്നും കിട്ടിയില്ല, അതുകൊണ്ടാണ് എമൗണ്ട് 2 എന്ന് പറയുന്നത്. നമുക്ക് ഇഷ്ടമുള്ളത്ര ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ക്ലെയിം ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ക്ലെയിം ചെയ്യുന്നില്ല. ഇത് റൺ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങളുടെ സിസ്റ്റത്തിൻ്റെ ചെറിയ പ്രോസസ്സർ റൺ ചെയ്യും. നമുക്ക് അവിടെ വർക്കേഴ്സ് ഒക്കെ കൂട്ടുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ പ്രോസസ്സറും വലിക്കും ചെയ്യും. ചില പ്രോജക്റ്റുകൾ നമുക്ക് എന്താണ് സെപ്പോളിയത്താണ് വേണ്ടത്. പക്ഷേ കുറേ പ്രോജക്റ്റുകൾക്ക് അവരെ സ്വന്തമായ ടോക്കൺസ് ഉണ്ടാവും. അപ്പോൾ ആ ടോക്കൺസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ആ ടെസ്റ്റ്നെറ്റ് ആക്ടിവേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് എല്ലാ ടെസ്റ്റിനും ബാധകമല്ല കേട്ടോ, ചില ടെസ്റ്റിന് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഈ ടോക്കൺസ് ആവശ്യമായിട്ട് വരുന്നത്. ഇനി ഞാനിപ്പോൾ 2 പ്രോജക്റ്റുകൾ നമ്മൾ കാണിച്ചു തന്നു, മൊണാഡും മെഗാത്ത് കാണിച്ചു തന്നു. പക്ഷേ എല്ലാ ടെസ്റ്റിനും ഇതുപോലെയാണോ? അല്ല, ചില ടെസ്റ്റിന് ഇതിനേക്കാൾ എളുപ്പമാണ്. ഇപ്പോൾ ഞാനിവിടെ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ടേക്കർ എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു, ഞാൻ എൻ്റെ വാലറ്റ് കണക്ട് ചെയ്തേക്കാണ്. ഇവിടെ ഞാൻ നോട്ട് ഓൺ ടേക്കർ എന്ന് കാണിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ വാലറ്റിൽ ആ ചെയിൻ അല്ല എന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇതൊരു ടേക്കർ എന്ന് പറഞ്ഞാൽ എയർ ഡ്രോപ്പാണ്. ഇവിടെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും വരിക 24 മണിക്കൂറിൽ ഒരു 24 മണിക്കൂർ കൂടുമ്പോൾ എന്ത് ചെയ്യുക, നമ്മളൊന്ന് വന്ന ശേഷം ആക്ടിവേറ്റ് മൈനർ എന്ന് കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ വാലറ്റ് ഓപ്പൺ ചെയ്ത് വരും. അതിനുശേഷം എന്ത് ചെയ്യുക, നമ്മളത് സൈൻ ചെയ്യുക. അതായത് ഞാനാണിത് ചെയ്യുന്നത്, എൻ്റെ വാലറ്റിൽ എൻ്റെ അക്കൗണ്ടിലാണ് ഇത് ചെയ്യുന്നുള്ള കാര്യം എന്ത് ചെയ്യുക, നമ്മൾ സൈൻ ചെയ്യുന്നു. അതിനായിട്ട് നെറ്റ്വർക്ക് ഫീ ഉണ്ട്, ഇതിന് പൈസ കൊടുക്കണോ? വേണ്ട. ടേക്കർ എന്ന് പറഞ്ഞാൽ അവരുടെ കോയിൻ തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുക, നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, കൺഫേം കൊടുക്കുന്നു. കൺഫേം കൊടുത്താൽ എന്ത് ചെയ്യും, ഇത് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, ഇത് റൺ ചെയ്ത് തുടങ്ങും. ഇതിപ്പോൾ ഫെയിലായി എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ചില സമയത്ത് ഫെയിലാവും, ചില സമയത്ത് സക്സസ് ആവും. അപ്പോൾ ഇവിടെ ആക്ടിവിറ്റി മൈനർ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മളിവിടെ ഇത് റണ്ണായി തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതിവിടെ റണ്ണായി തുടങ്ങുന്നതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ഒരു പോയിന്റ്സ് ഏൺ ചെയ്യും. അതായത് 24 മണിക്കൂറിൽ നമ്മൾ ഇത്ര നേരം റണ്ണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനുള്ളൊരു പോയിന്റ്സ് നമുക്കിവിടെ കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുള്ളൂ ഈ പ്രോജക്റ്റിൽ ആകെ ചെയ്യാനായിട്ട് ആകുന്നുള്ളൂ, ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ ബ്രിഡ്ജ് ഉണ്ട്, പക്ഷേ ഇത് ഇത്ര ആക്റ്റീവ് അല്ല. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും നമ്മളത് ചെയ്യുന്നില്ല. ഇനി നമുക്ക് വേറൊരു പ്രോജക്റ്റിലോട്ട് വന്നു കഴിഞ്ഞാൽ വേറൊരു ടെസ്റ്റ് ക്രിസ്റ്റൽ എന്ന് പറഞ്ഞിട്ട് ഇവിടെ എന്താ ചെയ്യാന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, ഇതൊക്കെ ഒരു AI ബോട്ടുകളാണ്. ഈ ബോട്ടുകളായിട്ട് ചാറ്റ് ചെയ്യുക. ചാറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, ഓരോ പോയിന്റ്സ് കിട്ടും. ആ പോയിന്റ്സ് കിട്ടുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ഇവരുടെ പ്രൊജക്ട് റിലീസ് ചെയ്യുമ്പോൾ മെയിൻ നെറ്റ് ഇറങ്ങുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, പോയിന്റ് കിട്ടും. കണ്ടില്ലേ, എല്ലാത്തിലും ഒരേ തരത്തിലുള്ള ആക്ടിവിറ്റി ആയിരിക്കില്ല. ഓരോ പ്രൊജക്റ്റിൻ്റെ യൂട്ടിലിറ്റി അനുസരിച്ച് അതിലുള്ള ആക്ടിവിറ്റീസും മാറും. ഇപ്പോൾ ഇവിടെ നമ്മൾ വെറുതെ ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോയിന്റ്സ് കിട്ടും. ഇനി വേറൊരു എയർ ഡ്രോപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ പറഞ്ഞിട്ട് തന്നു ഡീപ്പിൻ എയർ ഡ്രോപ്സ്. ഡീപ്പിൻ എയർ ഡ്രോപ്സിൻ്റെ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ ഇവിടെ ഞാനിപ്പോൾ റൺ ചെയ്യണ കുറച്ച് ഡീപ്പിൻ എയർ ഡ്രോപ്പാണ്. ഇപ്പോൾ ഗ്രേഡിയൻറ്റ്, ഇത് നമ്മൾ എന്ത് ചെയ്യണം, ഈ എക്സ്റ്റൻഷൻ വെറുതെ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് മാത്രം വെച്ചാൽ മതി. അല്ലെങ്കിൽ ഓപ്പൺ ലെഡ്ജർ, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ കയ്യിലുള്ള നെറ്റ്വർക്ക് ഇവരേക്ക് എന്ത് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, ആ നെറ്റ്വർക്ക് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നു, അവർ എന്തെങ്കിലും അവരുടേതായ ഡീസെൻട്രലൈസ്ഡ് ഉള്ള ആക്ടിവിറ്റി ഉപയോഗിക്കുന്നു. നമ്മുടെ കയ്യിൽ നിന്ന് ഡാറ്റ ഒന്നും പോകുന്നില്ല,
നമ്മുടെ നെറ്റ്വർക്ക് മാത്രമാണ്, ചെറിയൊരു എമൗണ്ട് നെറ്റ്വർക്ക് മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. നമുക്കിപ്പോൾ വീട്ടിൽ ആവശ്യമില്ലാത്തൊരു ലാപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ എൻ്റെ ഈ ഒരു ലാപ്പ് എന്ന് പറഞ്ഞാൽ 24 അവർ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാനത് സെക്കൻഡറി ലാപ്പായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ലാപ്പിൽ 24 അവർ റൺ ചെയ്യുന്ന കാരണം എൻ്റെ എപ്പോഴും എന്ത് ചെയ്യണം, ഈ DP നൈറ്റ് ഡ്രോപ്സ് എന്ത് ചെയ്യും, എപ്പോഴും റൺ ചെയ്തുകൊണ്ടിരിക്കും. DP നൈറ്റ് ഡ്രോപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമ്മൾ ഇതിനുള്ള ആക്ടിവിറ്റി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ഈ എക്സ്റ്റൻഷൻ മെത്തേഡ് ഡൗൺലോഡ് ആക്കി നമ്മുടെ ഗൂഗിൾ ക്രോം ഓപ്പൺ ആക്കി ഇടുക, അത്ര മാത്രമേ ഉള്ളൂ. ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും, നമ്മൾ എത്ര നേരം ഓൺ ആക്കി ഇടുന്നു അതിനനുസരിച്ച് എന്ത് ചെയ്യും, നമുക്ക് പോയിന്റ്സ് കയറും. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരുപാട് DP നൈറ്റ് ഡ്രോപ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, അത് ഇവിടെ ഒക്കെ റൺ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള DP നൈറ്റ് ഡ്രോപ്സ് റൺ ചെയ്യുന്നത് പറ്റും. നിങ്ങൾക്ക് അവരുടെ പ്രോജക്റ്റ് ഇറങ്ങുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, അവരുടെ ടോക്കൺ കിട്ടുന്നു, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെല്ല് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി, ഓരോ പ്രൊജക്റ്റുകൾക്കും ഓരോ തരത്തിലായിരിക്കും ആക്ടിവിറ്റീസ് ഉണ്ടാവുക. ചില പ്രൊജക്റ്റുകൾക്കൊന്നും ഉണ്ടാവില്ല ഇതുപോലെ ആക്ടിവിറ്റീസ് ഒന്നും ചെയ്യാൻ തന്നെ ഉണ്ടാവില്ല. അവരുടെ പ്രൊജക്റ്റുകൾ എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ആകെ ഉള്ളത് സോഷ്യൽ ആക്ടിവിറ്റീസ് ആയിരിക്കും. അതായത് ചിലപ്പോൾ അവരുടെ ട്വിറ്റർ പേജ് അല്ലെങ്കിൽ X പേജിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ ലൈക്ക് ചെയ്യുക, റീട്വീറ്റ് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമായിരിക്കും ചില പ്രൊജക്റ്റ് ഉണ്ടാവുക. ചില പ്രൊജക്റ്റ് ഇതുപോലെ നല്ല രീതിയിലുള്ള കുറേ ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കുറച്ച് ടെസ്റ്റ് സൈറ്റുകളിൽ ഒരു ചെറിയ ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യും, ഫോൾഡേഴ്സ് ആയിട്ട് തിരിച്ചു വയ്ക്കും. അതായത് ഡെയിലി ചെയ്യേണ്ട ആക്ടിവിറ്റി ചെയ്യുന്ന ആൾക്കാർ ഞാൻ ഇവിടെ കണ്ടില്ല, ഞാനിവിടെ കുറേ പ്രൊജക്റ്റിൽ എഴുതി വെച്ചേക്കാണ്. ഡെയിലി ചെയ്യുന്ന ആൾക്കാർ നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലെ എഴുതി വയ്ക്കും. എന്നിട്ട് എന്ത് ചെയ്യും, നമ്മൾ എന്ത് ചെയ്യും, ഓരോ ദിവസം എടുത്തിട്ട് എന്ത് ചെയ്യും, ഈ ഓരോ പ്രൊജക്റ്റ് ഓപ്പൺ ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അതിലെന്തെങ്കിലും എന്താണ് ആക്ടിവിറ്റി ഉള്ളതെന്ന് വെച്ചാൽ അത് ചെയ്യുന്നു. നേരത്തെ ഞാൻ റൺ ചെയ്യാനായിട്ട് ടേക്കർ ഇപ്പോൾ റൺ ആയിട്ടുണ്ടോ കണ്ടില്ലേ, 24 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് വീണ്ടും ആക്ടിവേറ്റ് ആക്കുക. ഇത്ര മാത്രമാണ് ഈ എയർ ഡ്രോപ്പ് ചെയ്യാനുള്ളൂ. അപ്പോൾ ചില എയർ ഡ്രോപ്പിലൊക്കെ നമുക്ക് ആകെ 1 മിനിറ്റ് മാത്രം സ്പെൻഡ് ചെയ്താൽ മതി. ചില എയർ ഡ്രോപ്പിൽ നമ്മൾ എന്ത് ചെയ്യുക, 10 മിനിറ്റ് നമ്മുടെ ടൈം വെച്ച് നമ്മൾ എന്ത് ചെയ്യുക, ചെയ്യാൻ നോക്കുക നമ്മൾ ആക്ടിവിറ്റീസ് ഒക്കെ. ഇപ്പം നിങ്ങൾക്ക് കുറേ പേർക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, ഇതെങ്ങനെയാണ് ഇപ്പോൾ ഓരോ പ്രൊജക്റ്റ് ഓരോ തരത്തിലാണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഇവിടെ കണ്ടില്ല, ഞാൻ ഇഷ്ടംപോലെ പ്രൊജക്റ്റുകൾ എടുത്ത് വെച്ചേക്കാണ്. അപ്പോൾ ഓരോ പ്രൊജക്റ്റ് ഓരോ തരത്തിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഓരോ പ്രൊജക്റ്റ് മനസ്സിലാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് നല്ല ടഫുള്ള പ്രൊജക്റ്റുകളാണ് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ യൂട്യൂബിൽ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ ട്യൂട്ടോറിയൽസ് ഇടും, ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഒരു ബേസിക് ലെവൽ ട്യൂട്ടോറിയൽസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഫസ്റ്റ് ആയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഓടിച്ചെന്ന് ചിലപ്പോൾ ഈ പ്രൊജക്റ്റ് കാണുമ്പോൾ ചിലപ്പോൾ ഫസ്റ്റ് മനസ്സിലായെന്ന് വരില്ല. അതിനാണ് ഞാൻ പറഞ്ഞത്, ഈ ബേസിക് ട്യൂട്ടോറിയൽസ് മൊത്തം കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഐഡിയ കിട്ടും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇവിടെ ഒരു വീഡിയോ എടുക്കുക, ആ വീഡിയോ പ്ലേ ചെയ്യുക, ഇത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ അതുപോലെ തന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും. അത് ഞാൻ ഡെയിലി ചെയ്യേണ്ടതാണോ, ഡെയിലി നിങ്ങൾ എന്തൊക്കെ ചെയ്യാനുണ്ട്, അതോ വീക്കിലി ചെയ്യേണ്ടതാണോ, അതോ ഒരു പ്രാവശ്യം ചെയ്യേണ്ടതാണോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളതിൽ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ നമ്മൾ ഒരുപാട് ട്യൂട്ടോറിയൽസ് വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. ടെലഗ്രാം നോക്കി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മളെല്ലാ എയർ ഡ്രോപ്പും നമ്മളിവിടെ വീഡിയോ ഇടുന്നില്ല. അപ്പോൾ എവിടെയാണ് ഇടുന്നത്, നമ്മുടെ ടെലഗ്രാം ചാനലിലാണ് നമ്മൾ എല്ലാ എയർ ഡ്രോപ്പിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ടെലഗ്രാം ചാനലിൽ എന്തായാലും ജോയിൻ ചെയ്തിരിക്കുക. എന്തുകൊണ്ടാണ് ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യേണ്ടത്, ടെലഗ്രാം ചാനലിലായിരിക്കും എല്ലാത്തിൻ്റെ അപ്ഡേറ്റ് ഇടുക. നമ്മൾ ഈ ഒരു വീഡിയോ ഇട്ടു, ഈ വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോയിലുള്ള കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ ഇതിൻ്റെ പ്രൊജക്റ്റ് എൻഡ് വരെ ചെയ്യേണ്ടത്, ഇതിനുള്ള കുറേ അപ്ഡേറ്റുകൾ വരും. അപ്പോൾ ആ അപ്ഡേറ്റുകൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളെല്ലായിടും നമ്മുടെ ക്രിപ്റ്റോ മങ്കി ടെലഗ്രാം ചാനലായിരിക്കും. അപ്പോൾ ഈ ടെലഗ്രാം ചാനൽ ഓൺ ആക്കിയിട്ട് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി ഇടുക. ഇതുപോലെ ഒരു ഫോൾഡർ ആക്കി ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നമുക്ക് എന്ത് ചെയ്യും, ഇതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ എന്ത് ചെയ്യും, അവിടെ വരുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്നു ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ചോദിക്കുക. നമ്മുടെ ടെലഗ്രാം ചാനലിൽ മാത്രം ഇടുന്ന കുറേ ഡ്രോപ്പുകളുണ്ട്. ഇവിടെ കാണുന്ന നീറോ അല്ലെങ്കിൽ ബൗൺലെസ് അല്ലെങ്കിൽ ഏജന്റ് ഹബ്, ഇതിനൊന്നും വീഡിയോ ഞാൻ ഇട്ടിട്ടില്ല. ഇവിടെ എന്ത് ചെയ്യുന്നത്, ഈ വീഡിയോസ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാ കാര്യങ്ങളും ലിങ്ക് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ചാനൽ എക്സ്പ്ലെയിൻ ചെയ്യും. നിങ്ങൾ അതിൽ എക്സ്പ്ലെയിൻ ചെയ്തുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് മതി, അങ്ങനെ തന്നെ ഫോളോ ചെയ്താൽ മതി. നിങ്ങൾക്ക് ഇവിടെ കാണുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ല, അല്ലെ അയ്യോ എനിക്ക് ഇവിടെ എഴുതിയിരിക്കുന്നത് എനിക്ക് വീഡിയോ തന്നെ വേണം, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലായില്ലേ, നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ വരിക. എന്നിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ഇപ്പോൾ ടെസ്റ്റ് നെറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ടെസ്റ്റ് നെറ്റ് ടോപ്പിക്കിൽ വന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ അവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ഡൗട്ടായിട്ട് ചോദിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആസ്ക് ചോദിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കുടുംബശ്രീ എന്നൊരു ടോപ്പിക് ഉണ്ട്, അവിടെ വന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇവിടെ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ഡൗട്ടിന് നിങ്ങൾക്ക് എവിടെ വന്നാൽ മതി, നമുക്ക് ഇവിടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ വന്നാൽ മതി. അതായത് ചാനലിൽ ഇടുന്ന എന്തെങ്കിലും ടോപ്പിക്കിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിൽ ഇടുന്ന കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ വരിക. അവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ഡൗട്ട് ക്ലിയർ ചെയ്യാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടാവും. അല്ലെങ്കിൽ ഞാൻ തന്നെ ചിലപ്പോൾ അവിടെ സമയത്ത് ഓൾമോസ്റ്റ് എല്ലാ ടൈമിലുണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടംപോലെ അഡ്മിൻസ് ഉണ്ട്, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി മെമ്പേഴ്സിന് എന്ത് ചെയ്യും, നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്യും. അതിൽ നിന്നും ക്ലിയർ ആവുന്നില്ല നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് അവരുടെ ഓരോ പ്രൊജക്റ്റിൻ്റെ ഡിസ്കോഡിലേക്ക് പോവുക, അവിടെ പോയിട്ട് ക്ലിയർ ആവുക. ഇനി നിങ്ങൾക്ക് ഉണ്ടാവുന്ന അടുത്ത ഡൗട്ടാണ്, ഓക്കെ ഞാൻ ടെസ്റ്റ് നെറ്റ് ചെയ്തു, ചിലപ്പോൾ ഞാനൊരു 2 മാസം ചെയ്തു അല്ലെങ്കിൽ 1 കൊല്ലം ചെയ്തു, ഇനി എപ്പോഴാണ് ഇതിൻ്റെ റിവാർഡ് കിട്ടുക, റിവാർഡ് കിട്ടുന്ന എപ്പോഴാണ്, ഞാൻ പറഞ്ഞിട്ടാണ് എപ്പോഴാണ് റിവാർഡ് കിട്ടുക, മെയിൻ നെറ്റ് ഇറങ്ങുമ്പോൾ. അതായത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ പ്രൊജക്റ്റ് എൻഡായോ, ഇനി നമ്മൾ ചെയ്യേണ്ട ടെസ്റ്റ് നെറ്റ് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളെവിടെ പറയും, നമ്മുടെ ടെലഗ്രാമിൽ നമ്മൾ പറയും ഓക്കെ ഈ ടെസ്റ്റ് നെറ്റ് നമ്മുടെ എൻഡായി, ഇനി നമുക്ക് ചെയ്യാനുള്ളതുണ്ട് മെയിൻ നെറ്റാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ചില സമയത്ത് ചില പ്രൊജക്റ്റുകൾക്ക് മെയിൻ നെറ്റിൽ ആക്ടിവിറ്റി ചെയ്യേണ്ടി വരും. മെയിൻ നെറ്റിൽ ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഫണ്ട് കൊടുക്കണം. അപ്പോൾ ഞാൻ പറയും ചിലപ്പോൾ ആവശ്യമുള്ളവർ മാത്രം ചെയ്താൽ മതി. ചിലപ്പോൾ ടെസ്റ്റ് നെറ്റ് ചെയ്തവർക്ക് എന്ത് ചെയ്യും, ഓൾറെഡി റിവാർഡ് ഉണ്ടാവും. ടെസ്റ്റ് നെറ്റ് മാത്രം ചെയ്തവർക്ക് റിവാർഡ് ഉണ്ടാവും. മെയിൻ നെറ്റ് എന്നോട് എന്ത് ചെയ്യും, അഡീഷണൽ റിവാർഡ് കൂടി കിട്ടും. അത് ഓരോ പ്രൊജക്റ്റ് ഡിപ്പെൻഡാണ്. മെയിൻ നെറ്റ് ഇറങ്ങുമ്പോൾ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, മെയിൻ നെറ്റ് ഇറങ്ങുമ്പോൾ അവരെന്ത് ചെയ്യും, അവരൊരു ടോക്കൺ റിലീസ് ചെയ്യും. ആ ടോക്കൺസ് എവിടേക്ക് പോകും, നമ്മൾ ഫസ്റ്റ് കണ്ടില്ലേ, നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ കണ്ടില്ലേ, എക്സ്ചേഞ്ചുകൾ അല്ലെങ്കിൽ ബൈനാൻസ്,
ബൈബിറ്റ്, ബിറ്റ്ഗെറ്റ്, അതുപോലെ ഒരുപാട് എക്സ്ചേഞ്ചുകളുണ്ട്. ആ എക്സ്ചേഞ്ചിലൊക്കെ എന്ത് ചെയ്യും, നമ്മളെ എല്ലാ ടോക്കൺസും എല്ലാ സ്ഥലത്ത് റിലീസ് ആവില്ല. അപ്പോൾ ഒരുപാട് ടോക്കൺസ് എന്ത് ചെയ്യും, ഇതുപോലെ എക്സ്ചേഞ്ചുകൾ എന്ത് ചെയ്യും, അവർ റിലീസ് ആവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ടോക്കൺസ് ഇതുപോലെ എക്സ്ചേഞ്ചിൽ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നമ്മൾ സെല്ല് ചെയ്യുക. അപ്പോൾ നമുക്ക് സപ്പോസ് വിചാരിക്കുക, എനിക്ക് മൊണാഡ് എന്ന് പറഞ്ഞ പ്രോജക്റ്റ് ഓൾറെഡി നമ്മുടെ മാർക്കറ്റിൽ മെയിനായിട്ട് ഇറങ്ങി വിചാരിക്കുക. അപ്പോൾ അവരുടെ ടോക്കണായ മോൺ എന്ന് പറഞ്ഞ ടോക്കൺ എന്ത് ചെയ്യും, ഇതുപോലെ ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ച് റിലീസ് ചെയ്യും. സപ്പോസ് വിചാരിക്കുക, ബൈനാൻസ് എന്ന് പറഞ്ഞ എക്സ്ചേഞ്ചിൽ അവരുടെ ടോക്കൺ ഇറങ്ങിയെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് എവിടെയാണോ ആ ടോക്കൺ ഇരിക്കുന്നത്, ആ ടോക്കൺ എന്ത് ചെയ്യുക, നമ്മൾ അവിടെ നിന്ന്, ഇപ്പോൾ മോൺ എന്ന് പറഞ്ഞ ടോക്കൺ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ നമ്മുടെ മെറ്റാമാസ്കിൻ്റെ വാലറ്റിലായിരിക്കുന്നതാവുക. അപ്പോൾ മെറ്റാമാസ്കിൻ്റെ വാലറ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, അവിടെ നിന്ന് നമ്മളെ എങ്ങോട്ട് കൊണ്ടുവരിക, ബൈനാൻസിലോട്ട് കൊണ്ടുവരിക. അതിനുശേഷം എന്ത് ചെയ്യുക, ആ ടോക്കൺ, ആ മോൺ എന്ന് പറഞ്ഞ ടോക്കൺ എന്ത് ചെയ്യുക, നമ്മൾ ഇവിടെ വെച്ചിട്ട് എന്ത് ചെയ്യുക, സെല്ല് ചെയ്ത് കളയുക. അതൊക്കെ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം, എങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് നമ്മൾ അതിൻ്റെ ട്യൂട്ടോറിയൽ ആവശ്യമുള്ളവർ എന്ത് ചെയ്യാം, ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യാം, സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക, നമ്മൾ സെല്ല് ചെയ്ത് കളയുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, USDT എന്ന് പറഞ്ഞൊരു കോയിനാണ് നമുക്ക് കിട്ടുക സെല്ല് ചെയ്ത് കളയുമ്പോൾ. ആ USDT എന്ന് പറഞ്ഞ കോയിൻ നമ്മൾ എന്ത് ചെയ്യുക, ഒന്നിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, P2P എന്ന മെത്തേഡ് ഉണ്ട്, പിയർ ടു പിയർ അല്ലെങ്കിൽ പേഴ്സൺ ടു പേഴ്സൺ. അങ്ങനെ ആയിരിക്കും എന്ത് ചെയ്യുക, നമ്മൾ ആ ടോക്കൺ വിറ്റ് കളയുക. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അറിയാവുന്ന, നമുക്ക് ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവർ USDT ബൈ ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മൾ അവർക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കയ്യിലുള്ള USDT അയച്ചു കൊടുക്കുന്നു, അവർ നമ്മുടെ ബാങ്കിലോട്ട് എന്ത് ചെയ്യുന്നു, ഫണ്ട് ഇട്ട് വരുന്നു. ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുക, നമ്മുടെ ടെസ്റ്റ്നെറ്റിൽ നിന്ന് ഏൺ ചെയ്യാൻ വരിക. ഒരു എൻഡ് ടു എൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ടെസ്റ്റ്നെറ്റ് ഇറങ്ങി, ടെസ്റ്റ്നെറ്റിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ആക്റ്റീവ് ആയിരിക്കുക. ടെസ്റ്റ്നെറ്റിൽ നമ്മൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ടെസ്റ്റ്നെറ്റിൽ നല്ല രീതിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, നിങ്ങൾക്ക് അതിനുള്ള റിവാർഡ് കിട്ടും. ഈ പാർട്ടിസിപ്പേഷൻ എന്ന് ഉദ്ദേശിക്കുന്ന രാജ്യം ഇപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യണം, ആകെ 24 അവർ കൂടുമ്പോൾ അത് ഓൺ ആക്കണുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, മറക്കാതെ എല്ലാ ദിവസവും ചെയ്യുക, ഒറ്റ ദിവസം മറക്കാതെ എന്ത് ചെയ്യുക, നിങ്ങൾ ഓൺ ചെയ്ത് കൊടുക്കുക, എല്ലാ ദിവസവും എടുക്കുക. അതല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ മൊണാഡിൻ്റെ ബ്ലോക്ക് ചെയിൻ ആണെങ്കിൽ ഇതിൽ കുറേ ട്രാൻസാക്ഷൻ ചെയ്യാനുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു ദിവസം ചിലപ്പോൾ ഒരു അരമണിക്കൂർ, ടോട്ടൽ അല്ലെങ്കിൽ ഒരു മണിക്കൂർ എന്ത് ചെയ്യുക, ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടി മാത്രം ചിലവഴിക്കുക. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രോജക്റ്റിന് നല്ല രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. നമ്മുടെ കമ്മിറ്റിയിൽ ഒരുപാട് പേര് എന്താണ് ഈ പ്രോജക്റ്റിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ പ്രോജക്റ്റ് എന്ത് ചെയ്യുക, ഒരു പർട്ടിക്കുലർ ടൈം, ചിലപ്പോൾ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ എന്ത് ചെയ്യുക, ഇതിന് മാത്രം മാറ്റി വെച്ചിട്ട് ഇതിലുള്ള ഓരോ ആപ്പുകൾ എന്ത് ചെയ്യുക, അതിലുള്ള പറഞ്ഞിരിക്കുന്ന ട്രാൻസാക്ഷൻസ് ആണോ അല്ലെങ്കിൽ NFT ക്രിയേറ്റ് ചെയ്യാനാണോ, അങ്ങനെയുള്ള ഓരോ ആക്ടിവിറ്റി എന്ത് ചെയ്യുക, നിങ്ങൾ ഇവിടെ വന്ന് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ എന്താണ്, ഇതിലെ ബ്ലോക്ക് ചെയിനിൽ ഒരുപാട് ട്രാൻസാക്ഷൻ ആവും. അപ്പോൾ ചില പ്രൊജക്റ്റുകളിൽ കുറേ ട്രാൻസാക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഡ്രോപ്പ് കിട്ടും. ചില പ്രൊജക്റ്റിൽ നമ്മൾ എന്ത് ചെയ്യില്ല, ഇപ്പോൾ ട്രാൻസാക്ഷൻ അയക്കില്ല, അവർ ചിലപ്പോൾ എന്ത് ചെയ്യും, ചില ക്രൈറ്റീരിയ കൊണ്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചായിരിക്കും ചിലപ്പോൾ ഡ്രോപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് മെയിൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുപോലെ ഡാപ്പുകളുള്ള എയർ ഡ്രോപ്പ് ആണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ ഡാപ്പുകളിലും നമ്മൾ എന്ത് ചെയ്യുക, ഇൻട്രാക്ട് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ ഇതുപോലെ ചെറിയ ചെറിയ ലോഗിൻ ചാനലുള്ള അല്ലെങ്കിൽ ചാറ്റ് ചെയ്യാനുള്ള ഡ്രോപ്പുകളാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിൽ എല്ലാ ദിവസവും വന്നിട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ ആ ഒരു AI ആയിട്ട് എന്ത് ചെയ്യുക, ചാറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞു, എല്ലാ എയർ ഡ്രോപ്പുകളും ഒരേപോലെ ആയിരിക്കില്ല. ഇത്രയൊക്കെ കേട്ട് കഴിഞ്ഞിട്ടും നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, ആരാണ് നിങ്ങൾക്ക് ഈ ഫണ്ട് തരുന്നത്, എന്തിനാണ് അവർ നമുക്ക് ഈ ഫണ്ട് തരുന്നത്, അവർ നമ്മളൊരു സൈറ്റ് ഉപയോഗിച്ചു അല്ലെങ്കിൽ വെറുതെ ഒരു ദിവസം ഒരു സ്ഥലത്ത് ക്ലിക്ക് ചെയ്തു എന്നതിനൊക്കെ ആരാണ് ഇതിനൊക്കെ ഫണ്ട് തരുന്നതെന്ന് ഇപ്പോഴും നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും. അതിന് ഉത്തരം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മൾക്ക് അവരുടെ ഫണ്ടായിട്ട് അവരുടെ കയ്യിലിരിക്കുന്ന ഒരു 5000 രൂപ അല്ലെങ്കിൽ അവരുടെ കയ്യിലിരിക്കുന്ന 2 ലക്ഷം രൂപ അതല്ല നമുക്ക് തരുന്നത്. അവരൊരു ടോക്കൺ ഇറക്കുമ്പോൾ അവർക്ക് ഉണ്ടാവും ഒരു ഫിക്സഡ് ആയിട്ടുള്ള സപ്ലൈ ഉണ്ടാവും. ഇപ്പം നമ്മളൊരു നവോറിസ് പ്രോട്ടോക്കോളിൻ്റെ ഇതിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇത് ടോക്കൺ ഇതുവരെ ഇറങ്ങിയിട്ടില്ല, ഇപ്പോൾ ഓൺ ഗോയിങ് പ്രോജക്റ്റാണ്. ഇപ്പോൾ കണ്ടില്ല, ഇതാണ് അവരുടെ സപ്ലൈ എന്ന് പറയുന്നത്. സപ്ലൈ ചെയ്ത് വെച്ചാൽ 4 ബില്യൺ ടോക്കണാണിത് സപ്ലൈ എന്ന് പറയുന്നത്. എന്നിട്ട് അവർ എഴുതി വെച്ചാൽ TG 100% അൺലോക്ക്. അപ്പോൾ കമ്മ്യൂണിറ്റിക്ക് അവർ 34% കോയിൻസ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. കണ്ടില്ലേ, ഈ ഒരു അലോക്കേഷൻ കണ്ട, ടോട്ടൽ 4 ബില്യൺ സപ്ലൈയുടെ 34% സപ്ലൈ തന്നെ കൊടുക്കുന്നത് കമ്മ്യൂണിറ്റിക്ക് വേണ്ടി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പോകുന്നുണ്ടോ? ഇല്ല. ഇതുവരെ മാർക്കറ്റിൽ ഇറങ്ങാത്തൊരു കോയിൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു കോയിൻ മാർക്കറ്റിൽ ഇറങ്ങിയാൽ മാത്രമാണ് ആ കോയിൻ്റെ വാല്യൂ അറിയുള്ളൂ. ഈ കോയിൻ ഇപ്പോൾ ഇതുവരെ മാർക്കറ്റിൽ ഇറങ്ങിയിട്ടില്ല, ഇറങ്ങാത്തത് കൊണ്ട് ഈ കോയിൻ്റെ വാല്യൂ അറിയില്ല. ഒരു കോയിൻ ഇറങ്ങുമ്പോൾ അതിൻ്റെ യൂട്ടിലിറ്റി, ആ പ്രോജക്റ്റിൻ്റെ ഹൈപ്പ്, ഇതൊക്കെ നോക്കിയിട്ടായിരിക്കും ആ കോയിൻ്റെ വാല്യൂ ഉദ്ദേശിക്കുക. ഹൈപ്പ് മാത്രമല്ല, അതിൻ്റെ സപ്ലൈ നോക്കണം, FDU, അങ്ങനെ കുറേ കാര്യങ്ങൾ നോക്കണം. അപ്പോൾ അങ്ങനെ ഒരു കോയിൻ മാർക്കറ്റിൽ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യാം, ആ കോയിൻ്റെ വാല്യൂ അറിയാം. അപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങുന്നതിന് മുന്നേ എന്ത് ചെയ്യും, അവർ ഫിക്സ് ചെയ്യും. അതായത് ടെസ്റ്റ്നെറ്റ് എയർ ഡ്രോപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തവർക്ക് ഞങ്ങളുടെ ടോട്ടൽ സപ്ലൈയുടെ ഇത്ര % എയർ ഡ്രോപ്പായിട്ട് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്, 34%. അപ്പോൾ അവരുടെ കയ്യിലിരിക്കുന്ന എന്തെങ്കിലും, അവരുടെ കയ്യിലുള്ള ഫണ്ടിൻ്റെ എന്തെങ്കിലും പോകുന്നുണ്ടോ? ഇല്ല. അവരുടെ പ്രൊജക്റ്റിനെ ഹെൽപ്പ് ചെയ്തവർക്ക് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു,
അവരുടെ ടോട്ടൽ ടോക്കണിൻ്റെ അലോക്കേഷൻ നിന്ന് കുറച്ച് ഭാഗം കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാറ്റിവെക്കുന്നു. ഇതാണ് മെയിനായിട്ടുള്ള അജണ്ട. അപ്പോൾ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങൾ ചെയ്യുന്ന വർക്കിന് അവർ നിങ്ങൾക്ക് ഫണ്ട് തരുന്നു, അവരുടെ കയ്യിലുള്ള ഫണ്ട് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരുന്നു എന്ന് ഒരിക്കലും ചിന്തിക്കരുത്. അവരുടെ കയ്യിലുള്ള ഫണ്ടല്ല തരുന്നത്, ഏത് പ്രൊജക്റ്റിൻ്റെ ടോക്കൺ ആയാലും ആ ടോക്കണാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ചില പ്രൊജക്റ്റ് ഇത്ര സപ്ലൈ തരില്ല, ചില പ്രൊജക്റ്റ് ആകെ 7% സപ്ലൈ തരുള്ളൂ. പക്ഷേ ചിലപ്പോൾ ആകെ കുറച്ച് ടോക്കൺ മതിയായിരിക്കും. ചിലപ്പോൾ ഇതിൽ നമുക്ക് ആകെ കുറേ ടോക്കൺ കിട്ടും. ചിലപ്പോൾ ഒരു 10 ബില്യൺ സപ്ലൈ ഉള്ള ഒരു പ്രൊജക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ആ പ്രൊജക്റ്റിൻ്റെ സപ്ലൈ ടോട്ടൽ 10 ബില്യൺ അല്ലേ. അപ്പോൾ അതിന് ചിലപ്പോൾ അവരൊരു 34% ഒക്കെ മാറ്റി വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് ചിലപ്പോൾ കിട്ടും ഒരു 5000 അല്ലെങ്കിൽ 50,000 ടോക്കണൊക്കെ കിട്ടി വിചാരിക്കുക. അപ്പോൾ ചിലപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ ആ ടോക്കണിൻ്റെ വാല്യൂ ഇത്രയ്ക്കും. ഒരു വളരെ അലമ്പ പ്രൊജക്റ്റാണ്, വലിയ യൂട്ടിലിറ്റി ഒന്നും ഇല്ല, ഫ്യൂച്ചറിലേക്ക് വലിയ ഉപകാരമൊന്നും ഇല്ലാത്ത ഒരു ഇന്നോവേഷൻ ഇല്ലാത്തൊരു പ്രൊജക്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ ആ കോയിൻ്റെ വാല്യൂ ഒന്നും ചിലപ്പോൾ 0.001 ഒക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് 50,000 ടോക്കൺ കിട്ടുന്ന വെച്ചാൽ അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുള്ളൂ, വളരെ ചെറിയ എമൗണ്ട് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെയും പെടാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില പ്രൊജക്റ്റ്, ഇപ്പോൾ സ്റ്റോറി പ്രോട്ടോകോൾ പ്രൊജക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സപ്ലൈ ഒക്കെ ഏകദേശം ഒരു 1 ബില്യൺ തോന്നുന്നു. പക്ഷെ നമുക്ക് ആകെ കിട്ടിയത് ആകെ 225 ടോക്കൺ അല്ലെങ്കിൽ 300 ടോക്കൺ അത്രയൊക്കെ വെച്ച് എല്ലാവർക്കും കിട്ടിയിട്ടുള്ളൂ. നല്ലോണം ആക്റ്റീവായിട്ട് ഇരുന്നവർക്ക് കിട്ടാം. അപ്പോൾ അത്ര ടോക്കൺ കിട്ടിയിട്ടുള്ളൂ എന്ന് വിചാരിച്ചാലും ഒരു ടോക്കണിൻ്റെ വില $8 $9 പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരിട്ട് പറഞ്ഞാൽ $1,600 വരെ സംതിങ് എന്ത് ചെയ്യുന്നുണ്ട് ഒരു പ്രൊജക്റ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് 1,40,000 1,50,000 വരെ എന്ത് ചെയ്ത് നമുക്കൊരു പ്രൊജക്റ്റിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോ പ്രൊജക്റ്റിൻ്റെ യൂട്ടിലിറ്റി അനുസരിച്ച് എന്ത് ചെയ്യുക, ആ പ്രൊജക്റ്റ് മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യുക, അതിൻ്റെ വാല്യൂ നിശ്ചയിക്കുന്നത്. അതുപോലെ തന്നെ ഓരോ പ്രൊജക്റ്റിനും റോഡ് മാപ്പ് എന്ന് പറയുന്ന സംഭവം ഉണ്ടാകും. എന്താണ് റോഡ് മാപ്പ്? ആ പ്രൊജക്റ്റ് എന്താണ് അവരുടെ ഫുൾ ലെങ്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എത്ര നാൾക്കുള്ളിൽ എത്ര സംഭവം കഴിയും, എത്ര നാൾക്കുള്ളിൽ ഇത്ര കാര്യങ്ങൾ ചെയ്ത് കഴിയും എന്നുള്ളതാണ് റോഡ് മാപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു പ്രൊജക്റ്റ് നവോറിസിൻ്റെ അടുത്ത് കഴിഞ്ഞാൽ റോഡ് മാപ്പ് എടുത്ത് കാണാൻ പറ്റും. നമ്മുടെ എന്ത് ചെയ്യണം, നമ്മുടെ ടോട്ടൽ ഇയറിനെ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ക്വാർട്ടർ എന്ന് തിരിക്കാം. എന്താണ് ക്വാർട്ടർ ഉദ്ദേശിക്കുന്നത്? നമ്മൾ ടോട്ടലിൽ എന്ത് ചെയ്യും, 4 ഡിവൈഡ് ചെയ്യും. അതായത് 3 മാസങ്ങളുള്ള മന്ത്, ജനുവരി ഫെബ്രുവരി മാർച്ച് Q1, ഏപ്രിൽ മെയ് ജൂൺ Q2, അങ്ങനെയാണ് നമ്മൾ Q2. അപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ട് Q1 Q2 എന്താണ് ഈ ഒരു ഡീപ്പിൻ്റെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഡീപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ ഒരു നവോറിസ് എന്ന് പറഞ്ഞൊരു എക്സ്റ്റൻഷൻ ഇവിടെ റൺ ആവുന്നുണ്ട്. അതാണ് നമ്മുടെ നവോറിസ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഇത് വെറുതെ ഡീപ്പിന് നമ്മൾ വെറുതെ റണ്ണാക്കി കിട്ടാൽ മതി, നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് വേറെ ഓണാക്കി ഇടത്രേ ഉള്ളൂ. അത് ഇവിടെ പറഞ്ഞിട്ടുണ്ട് Q2 എന്ത് പറഞ്ഞു, TG ടോക്കൺ ജനറേഷൻ ഇവന്റ്. ആ സമയത്ത് എന്ത് ചെയ്യും, TG തുടങ്ങും. അത് ഞാൻ എയർ ഡ്രോപ്പ് ക്ലെയിം. പിന്നെ Q3 എന്ത് എയർ ഡ്രോപ്പിന്റെ ക്ലെയിം വരുന്നത്, മെയിനായിട്ട് Q3 വരും. അപ്പോൾ ഈ ഒരു എയർ ഡ്രോപ്പ് ക്ലെയിം എന്ത് ചെയ്യുന്നത്, അവർ മാർക്കറ്റിൽ ഈ ടോക്കൺ TG കഴിഞ്ഞ് മാർക്കറ്റിലേക്ക് എന്ത് ചെയ്യുന്നു, ഇവരുടെ ടോക്കൺ ഇറങ്ങുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിൻ്റെ വാല്യൂ അറിയാൻ പറ്റും. എന്നിട്ടാണ് നമുക്ക് എന്ത് ചെയ്യുക, ഓക്കെ നിങ്ങൾ ഇത്ര നന്നായി വർക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇത്ര ടോക്കൺ ഞങ്ങൾ തരുന്നു വേണ്ടി എന്ത് ചെയ്യും, നമ്മുടെ ഇതിലേക്ക് ടോക്കൺ ഇട്ട് തരും. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് സ്പേസ് ആൻഡ് ടൈം എയർ ഡ്രോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എയർ ഡ്രോപ്പിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ വീഡിയോ ഗൈഡൊക്കെ നമ്മൾ എന്ത് നമ്മുടെ ചാനലിൽ കിട്ടണമായിരുന്നു. അപ്പോൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു ടോക്കൺ അല്ലെങ്കിൽ ഒരു വാല്യൂ കിട്ടിയ ഒരു പ്രൊജക്റ്റ് ആയിരുന്നു നമ്മുടെ സ്പേസ് ആൻഡ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആകൊന്നും ചെയ്യേണ്ടെന്നില്ല, ഇവർ പറഞ്ഞു നിങ്ങളുടെ ക്ലെയിം വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യണം, നിങ്ങൾ ചെയ്ത ആക്ടിവിറ്റിക്ക് അനുസരിച്ച് അവർ നമുക്ക് ഇത്ര ടോക്കൺ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടോക്കൺ എന്ത് ചെയ്യണം, അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ ടോക്കൺ ക്ലെയിം ചെയ്യാൻ സമയമായി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ വരിക, നമ്മൾ ഏത് വാലറ്റ് വെച്ചാണ് ചെയ്തത്, നമ്മൾ കൊടുത്തതിന് അക്കൗണ്ട് വേണ്ടി ചെയ്യണം. നമുക്കിവിടെ എന്തുണ്ട്, നമുക്ക് യൂസർ നെയിം പാസ്വേഡ് ഉണ്ടോ, ഇല്ല, നമുക്ക് ആകുന്നുള്ള മെറ്റാമാസ്ക് മാത്രമേ ഉള്ളൂ. മെറ്റാമാസ്ക് വെച്ചിട്ട് നമ്മളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ യൂസർ നെയിം പാസ്വേഡ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഇവിടെ മെറ്റാമാസ്ക് നമ്മൾ ഈ ഒരു പ്രൊജക്റ്റിന് വേണ്ടി യൂസ് ചെയ്ത മെറ്റാമാസ്ക് എന്തെങ്കിലും ഇതിൽ കണക്ട് ചെയ്യുന്നു. ആ സമയത്ത് ഒന്ന് ക്ലെയിം ചെയ്യാൻ പറയുന്നു. അപ്പോൾ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഇത്ര ടോക്കൺ കിട്ടിയിട്ട് കാണിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇത് ക്ലെയിം ചെയ്യുക. അപ്പോൾ അവർ പറയും ഇത് ക്ലെയിം ചെയ്യാൻ ഇവിടെ പറഞ്ഞത് എതീറിയം മെയിനെറ്റിലാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വേണം, എതീറിയം മെയിനെറ്റിൽ എന്തെങ്കിലും ആക്ടിവിറ്റി നടക്കുന്ന വേണം, എതീറിയം മെയിനെറ്റിൽ ഫണ്ട് വേണം. ഫണ്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഗ്യാസ് ഫീ വേണം. ഏത് ചെയിനിലാണ് നിങ്ങൾ ക്ലെയിം ചെയ്യാൻ ഉദ്ദേശിച്ചത് അവിടെ എന്ത് വേണം, ഗ്യാസ് ഫീ വേണ്ടി വരും. അപ്പോൾ ഇവിടെ എതീറിയം മെയിനെറ്റിലായതുകൊണ്ട് ചിലപ്പോൾ എന്ത് വരും, ചിലപ്പോൾ ഭയങ്കരമായിട്ട് ട്രാഫിക് കൂടുതലാണ്. ഞാൻ ഫസ്റ്റ് വീഡിയോയിലും സെക്കൻഡ് വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ വളരെ ട്രാഫിക് കൂടുതലാണെങ്കിൽ ചിലപ്പോൾ $3 $4 എന്ത് വരും, നമുക്ക് ഗ്യാസ് ഫീ ആയിട്ട് മാത്രം വരും. പക്ഷേ ഒരു വെളുപ്പിന് ഒരു 4 മണി 5 മണി സമയത്തൊക്കെ എടുക്കുന്നത് നമുക്ക് എന്ത് വരും, ചിലപ്പോൾ ഒരു $0.5 ഒക്കെ വരുള്ളൂ. അതായത് ചിലപ്പോൾ 40 രൂപ 50 രൂപ ഒക്കെ എന്തെങ്കിലും വെച്ചിട്ടൊന്നും എന്ത് ചെയ്യാൻ പറ്റും, ക്ലെയിം ചെയ്യാൻ പറ്റും. 50 രൂപ കൊടുത്തിട്ട് 1,00,000 രൂപ എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മേടിക്കാണ്ടിരിക്കുമോ, ഇല്ല. അപ്പോൾ എന്തായാലും നമ്മൾ എന്ത് ചെയ്യും, ക്ലെയിം ചെയ്യും. അപ്പോൾ അങ്ങനെ ക്ലെയിം ചെയ്തെടുത്ത് എന്ത് പറ്റും, നോക്കി എതീറിയം മെയിനെറ്റിൽ മെറ്റാമാസ്കിലെത്തി. മെറ്റാമാസ്കിൽ കിടന്നൊരു കാര്യമുണ്ട്, നമുക്ക് എവിടെയും വെക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുക, ഒന്നില്ലെങ്കിൽ മെറ്റാമാസ്കിൽ കിടക്കുന്ന കോയിനെ നമ്മൾ എന്ത് ചെയ്യുക, സ്വാപ്പ് ചെയ്ത് USDT ആയിട്ട് മാറ്റുക. അതിനുശേഷം എന്ത് ചെയ്യുക, USDT ആരെങ്കിലും മേടിക്കുകയാണെങ്കിൽ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആരെയും മേടിക്കുകയാണെങ്കിൽ ചെയ്യാം, അവർക്ക് USDT അടിച്ചു കൊടുത്തിട്ട് തിരികെ പൈസ മേടിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ ഒരു ഫണ്ടിനെ നേരെ ബൈനാൻസിലോട്ടോ ബൈബിറ്റിലോട്ടോ അങ്ങനെ ഏതെങ്കിലും ഒരു എക്സ്ചേഞ്ചിലോട്ട് കൊണ്ടുപോയിട്ട് അവിടെ കൊണ്ട് സെല്ല് ചെയ്ത് കഴിഞ്ഞ ശേഷം എന്ത് ചെയ്യുക, നമ്മളതിൻ്റെ പ്രോഫിറ്റ് നമ്മുടെ ബാങ്കിലോട്ട് എടുക്കും. ഓക്കെ, ഇതാണ് ടോട്ടൽ ഒരു സർക്കിള്, ഒരു പ്രൊജക്റ്റിൽ നടക്കുന്ന ഒരു സർക്കിൾ വന്നത് ഇത്ത സർക്കിളാണ്.
ഇനി നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന വേറൊരു ഇഷ്യൂ ആണ്. അതായത് ചിലപ്പോൾ നമ്മൾ കുറേ പ്രൊജക്റ്റുകൾ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളിവിടെ ഓരോന്ന് ചിലപ്പോൾ നമ്മൾ കണക്ട് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഈ മെറ്റാമാസ്ക് തുറന്നു വരില്ല. തുറന്നു വരാതെ എന്ത് ചെയ്യും, ഇതിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കും. അപ്പോൾ നമുക്ക് ചെയ്യാവുന്ന മെത്തേഡ് എന്താ വെച്ചാൽ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഈ ഡിലീറ്റ് ബ്രൗസിംഗ് ഡയറക്റ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മളിവിടെ ഈ ഒരു കുക്കീസ് ആൻഡ് അതർ സൈറ്റ് ഇല്ല, അത് ഓൾ ടൈം കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ക്യാഷ്ഡ് ഇമേജസും ഡിലീറ്റ് ചെയ്യുക. എന്നിട്ട് ഈ ബ്രൗസർ ഒന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, വീണ്ടും ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പോൾ ചിലപ്പോൾ ഓൾമോസ്റ്റ് ടൈം വർക്ക് ആവാറുണ്ട്. എന്നിട്ടും വർക്ക് ആയില്ല, ചിലപ്പോൾ കുറേ പ്രാവശ്യം ഈ മെറ്റാമാസ്ക് എന്ത് ചെയ്യും, പല സമയത്ത് നമുക്ക് എന്ത് ചെയ്യും, വർക്ക് ചെയ്യാറില്ല. അപ്പോൾ അങ്ങനത്തെ സമയത്ത് ഉപയോഗിക്കാൻ പറ്റിയൊരു വാലറ്റാണ് റാബി വാലറ്റ് എന്ന് പറയുന്നത്. റാബി വാലറ്റ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി, നിങ്ങൾ ക്രോം വെബ് സ്റ്റോറിൽ പോവുക, റാബി വാലറ്റ് സെർച്ച് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ആഡ് ടു ക്രോം കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ എക്സ്റ്റൻഷനിൽ ഇവിടെ റാബി വാലറ്റ് എന്ന് എടുക്കും, നമ്മൾ എന്ത് ചെയ്യുക, പിന്നെ ചെയ്തിട്ട് എന്ത് ചെയ്യും, അത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യും, കാണാൻ പറ്റും. അതിനുശേഷം ഈ റാബി വാലറ്റ് ഓപ്പൺ ചെയ്ത് നമുക്ക് പുതിയൊരു വാലറ്റ് തുടങ്ങേണ്ട ആവശ്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മെറ്റാമാസ്ക് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷേ മെറ്റാമാസ്ക് ഓപ്പൺ ആവാത്തതുകൊണ്ട് അതിനൊരു ബദൽ മാർഗ്ഗം, ഒരു സെപ്പറേറ്റ് വേ ആണ് നമ്മൾ കണ്ടെത്തുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ക്രിയേറ്റ് ന്യൂ അഡ്രസ്സ് കൊടുത്ത് എന്തുണ്ടാവുക, പുതിയൊരു വാലറ്റ്, പുതിയൊരു EVM വാലറ്റ് ആണ് എന്ത് ചെയ്യുക, ഉണ്ടാവുക. നമുക്കൊരു പുതിയ EVM വാലറ്റ് ആണ് വേണ്ടത്, അല്ല, നമ്മൾ ഓൾറെഡി യൂസ് ചെയ്തിരിക്കുന്ന മെറ്റാമാസ്കിൽ എന്ത് ചെയ്യണം, നമുക്ക് ഇതിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടുവരണം. അതിനാണ് ഇമ്പോർട്ടിംഗ് എന്ന് പറയുക. അപ്പോൾ എന്ത് ചെയ്യണം, ഐ ഓൾറെഡി ഹാവ് ആൻ അഡ്രസ്സ് കൊടുക്കാം. അതിനുശേഷം എന്ത് ചെയ്യുക, ഇവിടെ നമുക്ക് എന്തുണ്ട്, സീഡ് ഫ്രേസ്, ഇവിടെ എന്താണ് കൊടുക്കേണ്ടത്, മെറ്റാമാസ്കിന് നമ്മുടെ അക്കൗണ്ടില്ലേ, മെറ്റാമാസ്ക് നമ്മുടെ ഒരു വാലറ്റ് ഉണ്ടാക്കിയപ്പോൾ കുറച്ച് സീഡ് ഫ്രേസ് ഞാൻ എഴുതി വെക്കാൻ പറഞ്ഞിട്ടുണ്ടെന്നില്ലേ, ഞാൻ വാലറ്റിന് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ എഴുതി വെക്കാൻ പറഞ്ഞ സീഡ് ഫ്രേസ് എന്ത് ചെയ്യണം, അതിവിടെ കറക്റ്റ് ഓർഡറിൽ കൊടുത്തിട്ട് കൺഫേം കൊടുത്ത് എന്ത് ചെയ്യും, നമ്മുടെ ഈ റാബി വാലറ്റിൻ്റെ ഉള്ളിലോട്ട് എന്ത് ചെയ്യും, മെറ്റാമാസ്കിൻ്റെ വാലറ്റ് എന്ത് ചെയ്യും, ഇമ്പോർട്ടായിട്ട് വരും. അപ്പോൾ നമ്മുടെ റാബി വാലറ്റ് സെറ്റ് ആയി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മുൻപ് നമ്മൾ കണക്ട് ചെയ്യാൻ തരത്തിൽ എന്ത് ചെയ്യാറ്, നമ്മൾ കണക്ഷൻ കൊടുക്കുമ്പോൾ മെറ്റാമാസ്കാണ് ചൂസ് ചെയ്യാറ് അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ് ചെയിനോപ്പറമെന്ത്, വളരെ നല്ലൊരു പ്രോജക്റ്റാണ്. ഇതൊരു തുടങ്ങാത്തിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ചാനലിൽ മെസ്സേജ് പോയി നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ചെയിനോപ്പറ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ മെസ്സേജും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇവിടെ ആകെ ചെയ്യാനുള്ളത് വെറുതെ ഇങ്ങനെ ചാറ്റ് ചെയ്താൽ മാത്രം മതി, ചാറ്റ് ചെയ്യുമ്പോൾ നമുക്ക് പോയിന്റ്സ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഇവിടെ ലോഗിൻ ചെയ്യാൻ വരുമ്പോൾ ഇവിടെ ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, നമുക്കിവിടെ അവർ ഓപ്ഷൻസ് കാണിച്ചു തരും, ഏതൊക്കെയാണ് ലോഗിനുള്ള ഓപ്ഷൻസ്. വേണ്ടില്ലേ, മെറ്റാമാസ്ക്, കോയിൻ ബേസ് വാലറ്റ്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം ഇന്ന് കാണിക്കുന്നത് റാബി വാലറ്റ് കാണിക്കുന്നുണ്ട്. ചിലപ്പോൾ മെറ്റാമാസ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ എന്ത് വരും, ചിലപ്പോൾ ഇവിടെ തുറന്നു വരില്ല, അതിങ്ങനെ സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കും. അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉള്ളപ്പോൾ ഞാൻ എന്ത് പറയുന്നത്, റാബി വാലറ്റ് യൂസ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അപ്പോൾ റാബി വാലറ്റ് നിൽക്കി എന്ത് വരും, റാബി വാലറ്റ് ഓൺ സ്പോട്ട് പടപെടാന്ന് ഓപ്പൺ വരും. അതിനുശേഷം ഇവിടെ ഇഗ്നോർ ഓൾ എന്ന് കാണാൻ പറ്റും. ആ ഇഗ്നോർ ഓൾ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ കണക്ട് കൊടുത്താൽ മതി. നിങ്ങൾ നല്ല സൈറ്റാണ് നോക്കട്ടെ, എന്നിട്ട് വേണം കണക്ട് കൊടുക്കാനായിട്ട്. അതിനുശേഷം എന്ത് ചെയ്യുക, സൈൻ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കൺഫേം എന്ന് കാണാൻ പറ്റും, ഒരു പ്രാവശ്യം ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, അപ്പോൾ നമ്മുടെ വാലറ്റ് സൈനായി വരുന്നത് കാണാൻ പറ്റും. അപ്പോൾ നമ്മുടെ വാലറ്റ് എൻ്റെ മെറ്റാമാസ്കിൻ്റെ അതേ അഡ്രസ്സ് തന്നെയാണ് എന്ത് ഇവിടെ കാണുന്നത്. ഇത്രയുള്ള പരിപാടി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഇഷ്യൂ ഉള്ളവർ എന്ത് ചെയ്യുക, ഇതുപോലെ റാബി വാലറ്റ് യൂസ് ചെയ്തിട്ട് ടെസ്റ്റ് നെറ്റ് ചെയ്യാനായിട്ട് നോക്കുക. ഇനി അടുത്ത വീഡിയോയിൽ, അടുത്ത സെക്ഷൻ വീഡിയോയിൽ നമുക്ക് ഈ ടെസ്റ്റ് നെറ്റിന് നമുക്ക് ആവശ്യമായ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ വാലറ്റാണ് മെയിനായിട്ട് നമുക്ക് ആവശ്യമുള്ള വാലറ്റാണ്. ഇനി ഇതിന് ആവശ്യമുള്ള കുറച്ച് അറിയണമെന്നത് മെയിനായിട്ടുള്ള ആൾക്കാരാണ് ഡിസ്കോഡ്, എക്സ്, അതുപോലെയുള്ള ഗാലക്സി പ്ലാറ്റ്ഫോംസ്. ഇതൊക്കെ നമുക്ക് എന്താണ് ഇതിൽ ആവശ്യമുണ്ട്, ഇതൊക്കെ മസ്റ്റായിട്ട് വേണം. അപ്പോൾ ഇതൊന്നും അറിയാത്തവർക്ക് നമ്മൾ എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ നമ്മൾ ഇതിനെക്കുറിച്ചുള്ള ഫുള്ള് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താണ്. ഡിസ്കോഡിനെ കുറിച്ചും എക്സിനെ കുറിച്ചും അതുപോലെ ഗാലക്സി, അതുപോലെ ക്വസ്റ്റ് പ്ലാറ്റ്ഫോംസിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ടെസ്റ്റ് നെറ്റിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും കവറായി നിർത്താം. പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞിട്ടുള്ള നമുക്ക് യൂട്യൂബ് ചാനലിലുള്ള വീഡിയോസ് ചിലപ്പോൾ കണ്ടു നമുക്ക് എന്ത് ചെയ്യും, ചിലപ്പോൾ ഓൾറെഡി കുറച്ച് കണ്ടൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാവും. പക്ഷേ ഇവിടെ കാണുന്ന എല്ലാ ഡ്രോപ്പും നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റില്ല. ചില ഡ്രോപ്പ് കുറച്ച് പഴയതാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ സോണിയം അതൊന്നും ചെയ്യാൻ പറ്റില്ല. സൺറൈസ് വേണമെങ്കിൽ ചിലപ്പോൾ ചെയ്യാം, അല്ലെങ്കിൽ ഫ്രാക്ഷൻ അതൊക്കെ കുറച്ച് പഴയതാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി ഇറങ്ങാൻ പോകുന്ന പുതിയ ഡ്രോപ്പുകൾ അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റി ഡ്രോപ്പുകൾ നിങ്ങൾ ഈ വീഡിയോ അറിഞ്ഞ ശേഷം കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ വന്ന് ചോദിക്കുക, ഈ ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന പ്രൊജക്റ്റുകൾ ഏതൊക്കെയാണ്. അപ്പോൾ എന്ത് ചെയ്യും, കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലുള്ളവർ പറഞ്ഞു തരും ഏതൊക്കെയാണ് മെസ്സേജുകൾ എവിടെയാണ് കിടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു തരും. നമ്മുടെ ചാനലിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ചാനൽ വരിക, അവിടെ വന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് സെർച്ച് എടുത്തിട്ട് എന്ത് ചെയ്യുക, അപ്പോൾ നമുക്ക് ആരെങ്കിലും പറയുന്നത് ഏജന്റ് ഹബ് സ്റ്റാർട്ട് ചെയ്യുന്ന പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഏജന്റ് എന്ന് ഇവിടെ സെർച്ച് ചെയ്യുക, ഏജന്റ് ഹബ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യും, ഏജന്റ് ഹബിൻ്റെ എല്ലാ അപ്ഡേറ്റും വരും. ആദ്യമായിട്ടിരിക്കുന്ന മെസ്സേജ് ഇവിടെ കാണാൻ പറ്റും. ഈ മെസ്സേജ് തൊട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഫോളോ ചെയ്യുക. ഓക്കെ, ഇതിലുള്ള കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, നിങ്ങൾ പഴയതാണോ, നമുക്ക് പുതിയതായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതുപോലെ അതിൻ്റെ പുതിയ അപ്ഡേറ്റുകളൊക്കെ ഇവിടെ കാണാൻ പറ്റും. ഈ അപ്ഡേറ്റുകളൊക്കെ എന്ത് ചെയ്യുക, ഇതൊക്കെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് ഓരോ പ്രോജക്റ്റും നിങ്ങൾ എന്ത് ചെയ്യുക, സെർച്ച് ചെയ്ത് നിങ്ങൾ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്യാച്ചപ്പ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ടെസ്റ്റിനെ കുറിച്ച് ഓവറോൾ നല്ലൊരു ഐഡിയ കിട്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല, ഇനിയും കുറച്ചുകൂടി ഡൗട്ടൊക്കെ ഉണ്ടെന്ന് എന്ത് ചെയ്യുക, നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് വരിക, അല്ലെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കിവിടെ ലൈവ് ഇട്ടിട്ടോ, നമുക്ക് യൂട്യൂബിലോ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് ഇട്ട് എന്ത് ചെയ്യാം, നമ്മുടെ ഡൗട്ടുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ലൈവായിട്ട് വേണമെങ്കിൽ ക്ലിയർ ചെയ്ത് തരാം. വീഡിയോയുടെ ലെങ്ത് ചെറുതായിട്ട് കൂടിയിട്ടുണ്ട്, അത് എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ് ലെങ്ത് കൂടിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പുതിയതായിട്ടുള്ള അപ്ഡേറ്റുകൾ കിട്ടണമെന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിടാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇത് പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും എന്ത് ചെയ്യുക, നിങ്ങളുടെ ഈ വീഡിയോസ് ഈ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഏൺ ചെയ്യട്ടെ, അല്ലെങ്കിൽ എല്ലാവരും ഈ ഒരു ഓപ്പർച്യൂണിറ്റി അറിയട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.